عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين والعاقبة للمتقين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിച്ച് കൂടിയതും ഹദ്ദാദറാതി ബറാഅൻ ചെയ്തും അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യാൻ കഴിയട്ടെ. ഇതിലേക്ക് ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ഹലാലായ മുറാദും അല്ലാഹു മനസ്സിലാക്കി തരട്ടെ. എല്ലാവിധ മാനസിക, ശാരീരിക, സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. ഖൈറിന്റെ കവാടങ്ങൾ അല്ലാഹു നമുക്ക് മുമ്പിൽ തുറന്നു നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലത്തിൽ അല്ലാഹുവിന്റെ ത്വാഅത്തിലായി, അല്ലാഹുവിന്റെ തൃപ്തിയിലായി ജീവിക്കുവാനും ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന പാണ്ഡാവിലൂടെ സഞ്ചരിക്കുവാനും അവിടുത്തെ തിരുസുന്നത്തുകൾ മുറുകെ പിടിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ മുഴുവനും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ വർഷത്തെ മതപഠന ക്ലാസ്സിൻ്റെ 6ാമത്തെ ക്ലാസ്സിലാണ് നമ്മളൊക്കെ ഒത്തൊരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, നിസ്കാരത്തിന് ഷർത്തുകളുണ്ട്, ഫർളുകളുണ്ട്, സുന്നത്തുകളുണ്ട്. ഇതിൽ ഷർത്തും ഫർളും ഇമ്പോർട്ടൻ്റ് ആണ്. ഷർത്ത് എന്നത് നിസ്കാരത്തിൻ്റെ മുമ്പുള്ളതാണ്. ഫർദ് നിസ്കാരത്തിൽ ഇൻക്ലൂഡാണ്, നിസ്കാരത്തിൽ ഉൾപ്പെട്ടതാണ്. സുന്നത്ത് നിസ്കാരത്തിൻ്റെ പരിപൂർണതയ്ക്ക് ആവശ്യമായ കാര്യങ്ങളാണല്ലോ. ഇതൊക്കെയും കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ള വിഷയം വളരെയധികം നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ്. എന്നിരുന്നാലും നമ്മുടെയൊക്കെ അശ്രദ്ധ കാരണം പലപ്പോഴും നമുക്ക് അപാകത സംഭവിക്കുന്ന ഒരു വിഷയമാണ് ശുദ്ധീകരണം എന്നുള്ളത്. അശുദ്ധി ഒരു വിശകലനം എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ വിഷയം. കാര്യമായി ഇത് പഠിക്കേണ്ടതും അറിയേണ്ടതും ചെറുപ്പക്കാരികളായ യുവാക്കളാണ് ക്ലാസ്സിൽ പ്രധാനമായും പങ്കെടുക്കേണ്ടത്. അവർക്കാണ് കൂടുതൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ വിനിയോഗപ്പെടുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചെറുപ്പം മുതലേ കണ്ട് കേട്ട് വളർന്നു വരുന്ന നമ്മളുടെ പൂർവികരായ ആളുകൾ നമുക്ക് കാണിച്ചെന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കാം പലരും. എന്നാൽ ഇന്നത്തെ തലമുറ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ചുകൊണ്ട് യുക്തിപൂർണമായ കാര്യങ്ങൾ, തനിക്ക് യുക്തിയായി തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നൊരു കാലഘട്ടമാണ്. ആ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ ആരാധനാപരമായ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തി പഠിക്കുകയും അമൽ ചെയ്യുകയും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ നമ്മൾ സന്നദ്ധരാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ശുദ്ധീകരണം എന്നുള്ളത് 2 തരത്തിലുള്ള 3 തരത്തിലുള്ള ശുദ്ധീകരണമുണ്ട്. അതല്ലെങ്കിൽ ശുദ്ധീകരണത്തിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ 3ഉം 4ഉം തലങ്ങളിലേക്ക് കടന്നു ചിന്തിക്കേണ്ടാവുക. നമ്മളുടെ വിശ്വാസപരമായ, ആരോഗ്യപരമായ, സാമ്പത്തികപരമായ, ഇങ്ങനെ തുടങ്ങി ഓരോന്നിനും ശുദ്ധീകരണങ്ങളുണ്ട്. അഖീദയുമായി ബന്ധപ്പെട്ട ശുദ്ധീകരണമാണ് തസ്കിയത്തുൽ ഖുലൂബ്, ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട 2 ശുദ്ധീകരണമാണ്. ഫിഖ്ഹുമായി ബന്ധപ്പെട്ട, കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട, നമ്മുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ശുദ്ധീകരണം 2 എണ്ണാണുള്ളത്. ഒന്ന് അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവലും, മറ്റൊന്ന് നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാവലും. ഈ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മർമ്മം എന്നുള്ളത്, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരണം നടക്കണമെന്നുണ്ടെങ്കിൽ വുളൂ ചെയ്യണം. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരണം നടക്കണമെന്നുണ്ടെങ്കിൽ കുളിക്കണം. ഇതിനാണല്ലോ 2 അശുദ്ധി എന്ന് പറയുന്നത്. എന്നാൽ അശുദ്ധി എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ. വുളൂ ഇല്ലാത്ത അവസ്ഥക്കാണ് എന്ത് പറയുക? ചെറിയ അശുദ്ധി എന്ന് പറയുക. എന്നാൽ കുളിയില്ലാത്ത അവസ്ഥയല്ല വലിയ അശുദ്ധി. മറിച്ചോ കുളി നിർബന്ധമാകുന്ന അവസ്ഥക്കാണ് വലിയ അശുദ്ധി എന്ന് പറയുന്നത്. ജനാബത്ത് കാരണം പറയും. നമുക്കറിയാം, പ്രധാനമായി നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, 5 കാര്യങ്ങളെ കൊണ്ടാണ് നമുക്ക് കുളി നിർബന്ധമാകുന്നത്. ഹൈദ്, നിഫാസ്, വിലാദത്ത്, മനിയ് പുറപ്പെടൽ, അതുപോലെ തന്നെ ഫർജിൽ അശ്വ പ്രവേശിക്കൽ. ഈ വിഷയങ്ങളാണല്ലോ.
ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ധാരണയുണ്ടാവണം. മാത്രവുമല്ല, ഈ സമയത്ത് നമ്മുടെ ശുദ്ധീകരണത്തിൽ വലിയ അപാകതകൾ സംഭവിക്കാറുണ്ട് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിതാബിനെ പരതുന്ന സമയത്ത് പലപ്പോഴും ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഒറ്റ കാര്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് ഉണർത്തുകയാണ്. പല സ്ത്രീകളുമൊക്കെ ജീവിതത്തിൽ പകർത്തുന്നുണ്ടാവാം. പക്ഷേ ആർക്കെങ്കിലും അത്തരത്തിലുള്ള ഒരു അറിവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഓർമ്മപ്പെടുത്തലുകൾ എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ് മണ്ഡലത്തിൽ ലക്ഷ്യമിടുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ജനാപത്തുകാരനായിക്കൊണ്ട് നമ്മളെങ്ങാനും നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ജനാപത്തുകാരനായിക്കൊണ്ട് ശുദ്ധീകരിക്കാതെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തുകൾ ഇറങ്ങുകയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അബൂ ദാവൂദ് നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ലാ തദ്ഖുലുൽ മലായികതു ബുയൂതൻ ഫീഹി, ലാ തദ്ഖുലുൽ മലായികതു, മലക്കുകൾ പ്രവേശിക്കുകയില്ല, ബൈതൻ, ഒരു വീട്ടിൽ, ഫീഹി, ആ വീട്ടിലുണ്ട്, സൂറത്തിന് രൂപങ്ങളുണ്ട്. അഥവാ ഇന്ന് പലപ്പോഴും നമ്മളൊക്കെ വീടുകളിൽ ഷോക്കേസിലൊക്കെ വല്ലാത്ത ഭംഗിക്ക് വേണ്ടി പട്ടിക്കുട്ടിയുടെയും അതല്ലെങ്കിൽ ഒരു ഡിയറിന്റെയും ഒരു മാനിന്റെയും ഒക്കെ പാവക്കുട്ടികളെ നമ്മൾ ഭംഗിക്ക് വെച്ചത് കാണാം. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അത്തരത്തിൽ രൂപസാദൃശ്യമുള്ള രൂപഗുണങ്ങളുള്ള വീട്ടിൽ അല്ലാഹുവിന്റെ മലായികത്തുകൾ പ്രവേശിക്കുകയില്ലെന്ന് ലോകത്തിന്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ നാളെയുള്ള വീട്ടിലുള്ള റഹ്മത്തിന്റെ മലക്കുകൾ വരില്ല. വലാ ജുനുബുൻ, മറ്റൊരു കാര്യമാണ് ജനാപത്തുകാരനായ ആളുകൾ. ആരാണ് ഈ ജനാപത്തുകാരൻ എന്ന് പറയുന്നത്? നേരത്തെ കബീർ പറഞ്ഞതുപോലെ ഹൈദ്, നിഫാസ്, വിലാദ് എന്നതിൽ നിന്ന് മോചിച്ചതിന് ശേഷം ശുദ്ധീകരിക്കാൻ നടക്കുന്ന ആളുകൾ, അതല്ലെങ്കിലോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുളിക്കാൻ നടക്കുന്ന ആളുകൾ, അത് മണിക്ക് പുറപ്പെട്ടിട്ടില്ലെങ്കിലും ഫർജിൽ ഹർഷ പ്രവേശിച്ചു കഴിഞ്ഞാൽ കുളി നിർബന്ധമാകുമെന്ന് നമുക്കറിയാവുന്ന വസ്തുതയാണല്ലോ. ഇനിയോ ഒരാൾ അത്തരത്തിലുള്ള ആളുകൾ കുളിക്കാതെ ആ വീടുകളിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവിടെ റഹ്മത്തിന്റെ മലായികത്തുകൾ ഇറങ്ങുകയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഉപകാരത്തിന് വേണ്ടി പെൺകുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി വാങ്ങുന്ന ടോയ്കൾ, ബൊമ്മകൾ ഇതിൽ ഉൾപ്പെടുകയില്ല. അതവർക്ക് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉമ്മയുടെ വാത്സല്യം പഠിപ്പിക്കുക എന്ന ലക്ഷ്യം അതിന്റെ പിന്നിലുണ്ട്. അതിവിടെ പ്രശ്നമല്ല. അതല്ലെങ്കിലോ വലിയ ഒരു സമ്പന്നനാണ്, ആ ഒരു വീടിന് കാവലായിട്ട് നായ ആവശ്യമാണ്, അതല്ലെങ്കിൽ കൃഷിയിടത്തിന് കാവലായിട്ട് നായ ആവശ്യമാണ്. അങ്ങനെ ഉപകാരത്തിന് വേണ്ടി, അതല്ലെങ്കിൽ ജോലിയുടെ ആവശ്യാർത്ഥം, സംരക്ഷണാർത്ഥമാണ് ആ നായയെ വീട്ടിൽ വളർത്തുന്നെങ്കിൽ അതിന് ഇസ്ലാമിൽ എതിരൊന്നുമില്ല. ഭംഗിക്ക് വേണ്ടി, ആർഭാടത്തിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, പ്രതാപത്തിന് വേണ്ടിയൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുപോലെ തന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാബത്ത് കുറിച്ച് പഠിച്ചു പടർന്നപ്പോൾ അവിടെ നിന്ന് പറയുന്ന ഹദീസിൽ കാണാം, ഇതിൽ തഖൽ ഖിതാനാനി, രണ്ട് ഗുഹ്യഭാഗങ്ങൾ തമ്മിൽ പരസ്പരം സംയോജിച്ചു. വഹാബത്തിൽ ഹഷ്ഫയുടെ ആ ഒരു തലപ്പ്, അതല്ലെങ്കിൽ അതിന്റെ മുൻഭാഗം, അല്ലെങ്കിലോ വഖദ് ബദബൽ റസൂലു, എങ്കിൽ അവന്റെ കുളി നിർബന്ധമാണ്. വഅൻസല ഔ യുൻസിൽ, മണിക്ക് പുറപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി അശ്വ പ്രവേശിച്ചു കഴിഞ്ഞാൽ കുളി നിർബന്ധമാണ് എന്നുള്ളതാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു റസൂൽ പറയുന്നു, യസ്തൈഖൽ അഹദുക്കും, നിങ്ങളിൽ നിന്ന് ഒരാൾ ഉറങ്ങി, മിൻ നൗമിഹി, ആ ഉറക്കിൽ, അവൻ ഒരു സ്വപ്നം കാണുകയാണ്, അങ്ങനെ സ്വപ്നസ്കലനം ഉണ്ടാവുകയാണ്.
ഒരു നനവൻ കണ്ടു. രാവിലെ എണീറ്റപ്പോൾ അവന്റെ വസ്ത്രത്തിൽ മനിയിന്റെ അതല്ലെങ്കിൽ ഒരു നനവൻ കണ്ടു എങ്കിൽ വലം അവന്റെ മേൽ കുളിക്കൽ നിർബന്ധമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഒരാൾ ഉണർന്നു, രാവിലെ എണീറ്റപ്പോൾ അവന്റെ വസ്ത്രത്തിൽ നനവ് കാണുന്നുണ്ട്, മനിയാവാനാണ് കൂടുതൽ സാധ്യത. അവന് സ്വപ്നം കണ്ടതായിട്ടോ സ്വപ്നസ്കലനം ഉണ്ടായതിന്റെ ഓർമ്മ അവനില്ലെങ്കിലും ശരി, നനവ് കണ്ടാൽ കുളിക്കൽ നിർബന്ധമാണ്. വൈദാറായി മറ്റൊരാളോ അവൻ അവ സ്വപ്നം കണ്ടിട്ടുണ്ട്, വലം യറ ബലവൻ, എന്നാൽ രാവിലെ എണീറ്റപ്പോൾ നനവൊന്നും കാണുന്നില്ല. രാത്രി സ്വപ്നസ്കലനം സംഭവിച്ചതായിട്ട് അവന് ചെറിയ ഒരു ഓർമ്മയിൽ എണീറ്റപ്പോൾ, പക്ഷെ വസ്ത്രത്തിൽ ഒന്നും കാണുന്നില്ലെങ്കിൽ അവന്റെ മേൽ കുളിക്കൽ നിർബന്ധമില്ല എന്ന് കാണാം. ഇനിയോ ഇത് കണ്ട് അനസ് റളിയല്ലാഹു പറയുന്നത് കാണാം, ഇദാ വജദത് ഇംറഅത്തുൻ, ഇത് കണ്ടത് പെണ്ണാണെന്ന് കൂട്ടുക, ഫിൽ മനാമി, അവൾ ഉറക്കത്തിൽ കണ്ടു, മായജിദുർ റസൂലു, രാവിലെ എണീറ്റപ്പോൾ അവളുടെ വസ്ത്രത്തിലും വസ്ത്രത്തിലും നനവുണ്ടെങ്കിൽ ഫല്യഗ്തസിൽ, അവളുടെ മേലും കുളിക്കൽ നിർബന്ധമാണ്. നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ്, ആണായാലും പെണ്ണായ രണ്ടുപേർക്ക് സ്വപ്നസ്കലനം ഉണ്ടാകുമെന്നുള്ള വളരെ സംശയമില്ല. കൂടുതലായിട്ടും കാണാനുള്ള പുരുഷന്മാരിലാണെങ്കിൽ പോലും സ്ത്രീകൾക്കും സ്വപ്നസ്കലനം ഉണ്ടാവാം. അങ്ങനെ സ്വപ്നസ്കലനം ഉണ്ടായി അവളുടെ വസ്ത്രത്തിൽ അല്ലെങ്കിൽ അവന്റെ വസ്ത്രത്തിൽ നനവ് കണ്ടു കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു ഹദീസ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, ജനാപത്തുകാരനായാൽ കുളിക്കണമെന്ന് നമുക്കറിയാം. ജനാപത്തുകാരനായി കഴിഞ്ഞാൽ നമുക്ക് നിസ്കാരമോ ഖുർആൻ പാരായണമോ ഖുർആൻ തൊടലോ സ്പർശിക്കലോ തവാഫോ ഉദൂമുറിയുന്ന കാര്യങ്ങൾ ചെയ്ത് കൊണ്ട് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് പുറമെ അവനക്ക് ഖുർആൻ ഓതാൻ പാടില്ല, ഖുർആൻ തൊടാൻ പാടില്ല, ഖുർആൻ തൊടാൻ പറ്റില്ലല്ലോ, ഖുർആൻ ഓതാനും പാടില്ല. അതുപോലെ തന്നെ വുളൂ മുറിയപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരാൾ കുളിക്കുകയാണ്, അങ്ങനെ കുളിക്കുന്ന സമയത്ത് ഒരാൾ ഉപേക്ഷിച്ചു ഒരു രോമത്തെ കുളിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വിട്ടുപോയി, അതല്ലെങ്കിൽ ജനാപത്തുകാരനായി നഖം മുറിച്ചു, നഖം മുറിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഹൈദുകാരിയായിട്ട് നഖം മുറിക്കാൻ പാടില്ല, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അങ്ങനെ നഖം മുറിച്ചു, ആ നഖത്തെ ശുദ്ധീകരിച്ചില്ല എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ലം യഗ്സിൽഹാ ഫഉല ബിഹാ, ആ ഒരു അവയവത്തെ, ആ ഒരു രോമകൂപത്തെ നരകത്തിൽ ഇട്ടുകൊണ്ട് അങ്ങിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇന്നാലിന്റെ കാര്യങ്ങളൊക്കെ ആ നരകത്തിൽ വെച്ചുകൊണ്ട് ആ ഒരു മുടി അതല്ലെങ്കിൽ ആ ഒരു നഖത്തെ നരകത്തിലിട്ട് കരിക്കുമെന്നും അത് നമ്മൾ ആ അതിന്റെ വേദന നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ സ്ത്രീകൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് നമ്മളുടെ ഈ മെൻസസ് സമയത്ത് പലപ്പോഴുമൊക്കെ സ്ത്രീകൾ വാരാറില്ല, വാരേണ്ട ആവശ്യമില്ല, വാർന്നു കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞു പോകും. അപ്പൊ ഈ മുടിയൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ എടുത്തുകാട് എന്ത് ചെയ്യും, ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. എന്തിനു വേണ്ടിയിട്ട്? ഫറദ് കുളിക്കുമ്പോ അതിന്റെ കൂടെ കുളിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ആവശ്യം ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമില്ല. സൂക്ഷ്മത എവിടെയുണ്ട്? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കുളിപ്പിച്ചതിന് ശേഷം അയാളുടെ നഖമോ മുടിയോ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വേർപെട്ടതായി കാണുകയാണെങ്കിൽ ആ മുടിയെയും നഖത്തെയും ആ കഫൻ മുടയോടൊപ്പം എന്ത് ചെയ്യണം? കഫൻ ചെയ്തുകൊണ്ട് മയ്യത്തിന്റെ കൂടെ ഖബറിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് നമുക്ക് കാണാം. എന്നാൽ ശരീരത്തിൽ നമ്മൾ ഹയാത്തിലൂടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ടതായ നഖവും മുടിയും നമ്മൾ കുളിക്കുന്ന സമയം വരെ എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതാപരമായ കാര്യമാണ്. അങ്ങനെ എടുത്തു വെക്കുന്നത് കൊണ്ട് ഒരു പുണ്യവും നമുക്ക് നേടാനുമില്ല. പല സ്ത്രീകളിലും
നമ്മുടെയൊക്കെ വീടുകൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ളതായ, പ്രത്യേകിച്ച് പ്രസവവുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കറിയാമല്ലോ. പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ 40-60 ദിവസമൊക്കെ നിഫാസ് രക്തവുമായിട്ട് കഴിയുന്ന പെണ്ണ് എന്തായാലും അപൂർവം, നമുക്കറിയാം, ഉറപ്പാണ് 2-3 മുടി എന്തായാലും മുടി കൊഴിച്ചില്ലാത്ത പെണ്ണുങ്ങൾ കുറവാണ്. മുടി കൊഴിയും. അപ്പൊ ഈ മുടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. ആ സൂക്ഷിച്ചു വെക്കുന്നതിൽ ഇസ്ലാമിന് യാതൊരു മാനദണ്ഡവും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞാൽ അത് നേരെ ശുദ്ധീകരിച്ചുകൊണ്ട് അത് കുഴിച്ചിട്ട് കളയാം. ഒരിക്കലും ബാത്റൂമിലെ ക്ലോസറ്റിട്ടുകൊണ്ട് ഫ്ലഷ് അടിക്കുകയും ചെയ്യരുത്. രോമവും നഖവും ഒക്കെ വേർപെട്ട് കഴിഞ്ഞാൽ അതിനെ മറമാടലാണ്, കുഴിച്ചിടലാണ് നമ്മുടെ മേൽ ബാധ്യത എന്നുള്ളത്. അത് പുരുഷന് സുന്നത്തും സ്ത്രീക്ക് നിർബന്ധവുമാണ്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം. സ്ത്രീയുടെ മുടി കുഴിച്ചിട്ട് നിർബന്ധമാണ്, പുരുഷന്റെതോ കുഴിച്ചിട്ട് സുന്നത്തുമാണ്. ഇത് പലപ്പോഴും നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ പലർക്കും എല്ലാവർക്കും അറിയാത്തൊരു കുറവാണ്. ഇന്നത്തെ കാലത്ത് യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഉള്ള കാലത്ത് അറിവിന് പഞ്ചമില്ല. ഇപ്പൊ പണ്ടൊരാൾ പറഞ്ഞില്ലേ, ഒരു ഡെലിവറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടറോട് ചോദിക്കുന്നതിനേക്കാൾ കൂടുതലുള്ള ഇൽമ ഉള്ള കിട്ടുക ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ്. അത് തുടക്കം മുതൽ 1-ാം മാസം മുതൽ പ്രസവിക്കുന്നവരെല്ലാ വിഷയമുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പല ചാനലുകളായിട്ടുണ്ട്. തെറ്റുണ്ടാവും, ശരിയുണ്ടാവും. അതുകൊണ്ട് ഇന്ന് അറിവിന് പഞ്ചമൊന്നുമില്ല. പക്ഷെ പലപ്പോഴും നമുക്ക് അപായം സംഭവിക്കുന്ന വിഷയമാണ്. എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, പലപ്പോഴും പ്രായമായ ഉമ്മമാരായിരിക്കാം ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ടായിരിക്കുക. നമ്മുടെ വീട്ടിലുള്ള നമ്മളുടെ സഹോദരിമാരായ, നമ്മളുടെ ചെറുപ്പക്കാരികളായ, നമ്മുടെ യുവാക്കളായ ആളുകളിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്ത് നമ്മൾ സന്നദ്ധരാവണം. വേർപെട്ട മുടി എടുത്തു വെക്കരുത്. അതിലേക്ക് കെഴുകിക്കൊണ്ട് മറമാറുകയാണ് വേണ്ടത്. പെണ്ണിന്റെ മുടി കുഴിച്ചിടണം, ആണെ കുഴിച്ചിടണം. ആണിനെ കുഴിച്ചിടൽ സുന്നത്താണെങ്കിൽ പെണ്ണിന്റെ മുടി കുഴിച്ചിടൽ നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നോക്കൂ, നിങ്ങൾ മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് രേഖപ്പെടുത്തുന്നു, ഇന്ന തഹത കുല്ലി ശഅറത്തിൻ ജനാബാ വഖ്തസിലു അശ്ശഅറ ഫൻഖബു ബശറതാ. ഇന്ന തഹത കുല്ലി ശഅറത്തിൻ, എല്ലാ ഓരോ രോമങ്ങൾക്കുമുണ്ട് ജനാബത്തുണ്ട്. അതുകൊണ്ട് ഫഗ്സിലു, നിങ്ങൾ കഴുകണേ, അശ്ശഅറ, നിങ്ങളുടെ എല്ലാ രോമകൂപങ്ങളും നിങ്ങൾ കഴുകണേ, ഫൻഖബുൽ ബശറ, ശരീരം ശുദ്ധീകരിക്കുകയും ചെയ്യണമേ എന്ന അല്ലാഹു റസൂലിന്റെ ആ അധ്യാപനമാണ്. മാത്രമല്ല അതുപോലെ തന്നെയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നു, ലാ യഖറഉൽ ജുനുബു, ജനാബത്തുകാരൻ പാരായണം ചെയ്യരുത്, വൽ ഹൈദു, ഹൈദുകാരിയും പാരായണം ചെയ്യരുത്, ശൈഅൻ മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് പോലും പാരായണം ചെയ്യരുത്. എന്നാൽ ഖുർആനിൽ നിന്ന് ഒരു ആയത്തോ അതല്ലെങ്കിൽ ഒരു സൂറത്തോ പാരായണം ചെയ്യാൻ പാടില്ല. എന്നാൽ ഒരു പെണ്ണ് എല്ലാ ദിവസവും ഹദ്ദാറുന്ന പെണ്ണാണ്, അല്ലെങ്കിൽ ഗർദുൽ ലത്തീഫ് ചെല്ലുന്ന പെണ്ണാണ്. ഇത് ഹൈദുകാരിയായ പെണ്ണിനും ഈ ഗർദുൽ ലത്തീഫ്, ഇതിൽ പെട്ടതായ അസ്മാഉൽ ഹുസ്ന തുടങ്ങിയതായ ദിക്റുകളൊക്കെയും ചെല്ലാം. അത് ഖുർആനിലെ പേരുകൾ തന്നെയാണ്, ഖുർആനിലുള്ളതായ ദിക്റുകൾ തന്നെയാണ് ഗർദുൽ ലത്തീഫിനും ഹദ്ദാറിനും ഒക്കെയും ഉള്ളത്. എന്നിരുന്നാലും ദിക്ർ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചൊല്ലാൻ, ഖുർആൻ എന്ന ഉദ്ദേശത്തോടു കൂടി ചൊല്ലാൻ പാടില്ല. ഹൈദുകാർക്കും പാടില്ല, ജനാബത്തുകാരനും. ഹൈദുകാരി ജനാബത്തുകാരനും തമ്മിലുള്ളതായ മാറ്റം എന്താണ്? ഹൈദരത്ത് മുറിഞ്ഞാൽ ജനാബത്തുകാരിയായി. അതുപോലെ തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം മലയിൽ പുറപ്പെടുകയോ അതല്ലെങ്കിൽ പ്രവേശിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവൻ ജനാബത്തുകാരനാണ്. അപ്പോ അത്തരത്തിലുള്ള ആളുകൾ ഈ പറയപ്പെടുന്നതായ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെയാണ് വേറൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം, പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ ഈ ഒരു വിഷയം നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഈ മെസ്സേജ് എല്ലാവരും പരസ്പരം പാസ് ചെയ്യുകയും വേണം. നമ്മൾ ഒരു ഹൈദുകാരിയായ പെണ്ണ്, ഈ ഹൈദുകാരി പറഞ്ഞോട്ട് ഇപ്പൊ അങ്ങനെ പാസ് കഴിയുള്ളൂ. ഹൈദുകാരിയായ പെണ്ണ്, ഒരു പെണ്ണിന് ഹൈദ് രക്തം മുറിഞ്ഞത്
വൈകുന്നേരം 5 മണിക്ക് പിന്നെ ഹൈലുണ്ടായി, നിസ്കാരമല്ലല്ലോ. വൈകുന്നേരം 5 മണിക്കാണ് ഈ പെണ്ണിനെ ഹൈലക്കം മുറിഞ്ഞത്. ഈ പെണ്ണ് നമുക്കറിയാമല്ലോ ഹൈലുള്ള സമയം നിസ്കാരം ഹറാമാണ് എന്നുള്ളത്. ഈ പെണ്ണ് 5 മണിക്ക് ഹൈലക്കം മുറിഞ്ഞു, കുളിച്ചു, ഫ്രഷായി, വൃത്തിയായി. ഇനി ഏത് നിസ്കാരം മുതലാണ് തുടങ്ങേണ്ടത്? ഇനി അസർ നിസ്കരിക്കണോ അത് മൈബ് തുടങ്ങിയാൽ മതിയോ? ഒന്ന് നിങ്ങൾ കേട്ടോ, നിങ്ങൾ വാങ്ങോ, എന്നോട് ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. അനക്ക് പറയാൻ കഴിയോ? നമ്മൾ പഠിച്ചാണ്, മദ്രസ പഠിച്ചാണ്, 5 പഠിച്ചാണ്, അറിവുണ്ട്. ഏത് വക്ത് മുതലാണ് ഈ പെണ്ണ് നിസ്കാരം ആരംഭിക്കേണ്ടത്? കുളിച്ച് 5 മണിക്ക് കുളിച്ച് ഫ്രഷായി 6 മണിക്കാണ് വൈകുന്നേരം 5:30 കുളിച്ചു വന്നു. ഇനി ആദ്യം നിസ്കരിക്കുന്ന നിസ്കാരം ഏതാണ്? ആർക്കെങ്കിലും പറയാൻ കഴിയും? പെണ്ണുമാർന്ന് പറയാം. നിങ്ങൾ സാധാരണ എങ്ങനെ ചെയ്യല് അത് പറഞ്ഞാണ്. ഇനി വേണ്ട, രാത്രി സാധാരണ സുബഹിക്കാണെങ്കിൽ ചെക്ക് ചെയ്ത് സാധാരണ പെണ്ണുങ്ങൾ ഒരു തഹജ്ജുദ് പ്രതിപാദിക്കുന്ന പെണ്ണാണ്, 3 മണിക്ക് എണീറ്റു, ഇന്ന് എന്റെ ഹൈദരക്തം ഒഴിയാനുള്ള ദിവസമാണെന്ന് ഇതിന് ഓർമ്മയുണ്ട്, അങ്ങനെ ചെക്ക് ചെയ്യുന്നു, ഹൈദില്ല, രക്തം ഒഴിച്ചിട്ടുണ്ട്, കുളിച്ച് ഫ്രഷായി, 5 മണിക്കാ വാങ്ങി 4:30 കുളിച്ച് ഫ്രഷായി വന്നു. ഇനി ഉള്ള തഹജ്ജുദ് ചെയ്യിക്കാൻ പറ്റുമോ? ആദ്യം ചെയ്യുന്നത് ഒന്ന് പറഞ്ഞാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ മതി. ആയിഷാമുദ ഒന്ന് പറയും, അവിടെ ആരെങ്കിലും പറഞ്ഞ ഡേറ്റ് പറഞ്ഞാൽ മതി. ഇഷാറ് വേറെ അഭിപ്രായം ഉണ്ടോ? ആദ്യം ഇഷാ നിസ്കരിക്കുക, അവരുടെ തഹജ്ജുദ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കാരണം എന്താ? ഇഷാ നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങിക്കൊണ്ടതിന് ശേഷമാണ് തഹജ്ജുദ് ചെയ്യുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇശാ മാത്രമല്ല നിസ്കരിക്കേണ്ടത്, നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. ഹൈദ് എന്ന് മാത്രമല്ല, ഭ്രാന്താവട്ടെ, ബോധക്ഷയമാവട്ടെ, ഹൈദാവട്ടെ, നിവാസാവട്ടെ എന്നിവയൊക്കെയും നിസ്കാരം നിർവഹിക്കുന്ന തടസ്സങ്ങളാണല്ലോ. ഈ നിസ്കാരത്തിന്റെ സമയം കടന്ന് ചുരുങ്ങിയ നിലയിൽ അത് നിർവഹിക്കാൻ സമയം കഴിഞ്ഞ ശേഷമാണ് മേൽ പറഞ്ഞ ഏതെങ്കിലും തടസ്സമുണ്ടായതെങ്കിൽ ആ നിസ്കാരം ഖളാ എടുക്കണം. അതോടൊപ്പം തന്നെ സമയത്തിൽ നിന്ന് ഒരു തക്ബീറിന് മാത്രം സമയം ബാക്കിയിരിക്കെ ഈ പറയുന്ന ഭ്രാന്താവട്ടെ, ബോധക്ഷയമാവട്ടെ, ഹൈലാവട്ടെ, നിഫാസാവട്ടെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നീങ്ങി അല്ലെങ്കിൽ ഒരു മുസ്ലിമാവുകയോ ചെയ്താൽ ആ നിസ്കാരം നിസ്കരിക്കുന്നതോടൊപ്പം അതിന് മുമ്പുള്ള നിസ്കാരം ജംആക്കാൻ പറ്റുന്നതാണെങ്കിൽ അതും നിർവഹിക്കൽ നിർബന്ധമാണ്. പഠിച്ചു വെക്കണം. മനസ്സിലായില്ലല്ലോ? ഇല്ല. ഒരു പെണ്ണിന് ഹൈലുണ്ടായി, ഹൈലുണ്ടായ സമയമെന്ന് പറയുന്നത് അവൾക്ക് ഹൈലുണ്ടായി സുബഹിന്റെ സമയത്താണ് ഹൈല് കണ്ടത്. സ്വാഭാവികമായിട്ടും അവൾക്ക് സുബഹി നിസ്കാരമില്ല, പിന്നെ അവളുടെ ഹറാമാണ്. എന്നാൽ അവളുടെ ആ ഹൈദ് രക്തം നീങ്ങിയത് ഇശാഇന്റെ സമയത്താണെങ്കിൽ ഈ പറയപ്പെടുന്ന 3:30 മണിക്ക് എണീറ്റപ്പോഴാണ് അവളുടെ ഹൈദ് രക്തം നീങ്ങിയതായിട്ട് അവൾ കാണുന്നത്. അപ്പോൾ അവൾ കുളിച്ച് ഫ്രഷായിട്ട് ആദ്യം നിസ്കരിക്കേണ്ട നിസ്കാരം മഗ്‌രിബാണ്. ശ്രദ്ധിക്കണേ അമ്മമാരെ, അവൾ ആദ്യം നിസ്കരിക്കേണ്ട നിസ്കാരം മഗ്‌രിബാണ്. കാരണം എന്താ? മഗ്‌രിബ് നിസ്കാരവും ഇശാ നിസ്കാരവും ജംആക്കപ്പെടുന്നതാണ്. ശ്രദ്ധിക്കണേ, ദുഹൂർ അസ്റും ജംആക്കപ്പെടുന്ന നിസ്കാരമാണ്, മഗ്‌രിബും ഇശാവും ജംആക്കപ്പെടുന്ന നിസ്കാരമാണ്. ജംഉം കസ്റും വേറെ ബാബാണ്, അത് പഠിക്കേണ്ട വിഷയമാണ്. അങ്ങനെ ജംആക്കപ്പെടുന്ന സമയത്ത് കുറെ സമയമൊന്നും വേണമെന്നില്ല. ഒറ്റ തക്ബീർ, ഒരു തക്ബീറിന് മാത്രമേ സമയം അവശേഷിക്കുന്നുള്ളൂ. ആ സമയത്ത് ഹൈദരക്തം നീങ്ങിയാൽ അല്ലെങ്കിൽ നിഫാസരക്തം നീങ്ങിയാൽ, അതല്ലെങ്കിൽ പ്രസവം സംഭവിച്ചാൽ ആ പ്രസവരക്തം നീങ്ങിയാൽ അവരുടെ മേൽ മഗ്‌രിബ് പോലുള്ള നിസ്കാരമാണ് പ്രതിപാദിക്കേണ്ടത്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ഉമ്മമാരെ ഈ രൂപത്തിലാണെങ്കിൽ നമ്മളെ എത്ര നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും.
ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്നത്. അഞ്ചാം ക്ലാസ്സിലാണ് തോന്നുന്നുണ്ട്. 5ാം ക്ലാസ്സിൽ ടിക്കറ്റ് എടുത്ത് നോക്കിയാൽ മതി, ഉണ്ടാവും. അല്ലെങ്കിൽ ആരുടെ എന്തായാലും ഇത് മദ്രസയിൽ പഠിക്കുന്ന വിഷയമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അഥവാ ജംആക്കപ്പെടുന്ന സമയത്താണ് നമ്മുടെ ആ ഒരു തടസ്സം നീങ്ങുന്നത്. ഹൈലാവട്ടെ, നിഫാസാവട്ടെ, ഇനി ഭ്രാന്താണ് അല്ലെങ്കിൽ ബോധം പോയതാണ്. ബോധം വന്നപ്പോഴാണ്, എപ്പോൾ ബോധം പോയി? അസറിന്റെ സമയത്ത് ബോധം പോയി. പിന്നെ അത് ബോധം കഴിഞ്ഞപ്പോഴാണ്, ഇശാ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നിർബന്ധമാണ്. അപ്പോ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അങ്ങനെയൊരു ഗൗരവമേറിയ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ കൂടി ഉമ്മമാർക്ക് ആ വിഷയം അറിയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി മുതൽ അത് ശ്രദ്ധിക്കണം. നമ്മുടെ പേരമക്കൾക്ക് അതുപോലെ തന്നെ നമ്മുടെ മരുമക്കൾക്കൊക്കെ ഈ വിഷയം അറിയുകയും ചെക്ക് ചെയ്യുമാണ്. ഇല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈമാനാണ് നമ്മുടെ കുറ്റക്കാരായി. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. ഇത് നമുക്ക് പഠിക്കാത്തതിൻ്റെ പേരിലല്ല, ഇത് നമ്മൾ അറിയാത്തതിൻ്റെ പേരിലല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പകർത്തുന്നതിൽ നിന്ന് പിന്നിലേക്ക് പോയി. അതല്ലെങ്കിൽ സ്വാഭാവികമായും ആരും അങ്ങനെ പകർത്തി കാണുന്നില്ല. ഉമ്മ അങ്ങനെ കഥാവ് വെട്ടുന്നത് മകള് കാണുന്നില്ല. അങ്ങനെ ആ മകള ഉമ്മയിൽ നിന്നാണ് ഇത് പഠിക്കുന്നത്. ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ അറിവുള്ള സ്ത്രീകൾ നമ്മുടെ ദീനിയായ പെണ്ണാണെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർ അത്തരത്തിൽ പിഴവുണ്ടെങ്കിൽ തിരുത്താൻ നമുക്ക് സാധ്യമായിരുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, നമുക്കറിയാം, ഒരു നിസ്കാരം ഖളാ ആക്കി കഴിഞ്ഞാൽ വലിയ ഗൗരവമുള്ള വിഷയമാണ്. 80 ഉഖബയോളം നരകത്തിൽ കിടക്കേണ്ട വിഷയമാണ്. ഒരു ഉഖബ എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ 1000 വർഷങ്ങൾക്ക് തുല്യമാണ്. അങ്ങനെയുള്ള 80 വർഷക്കാലം ഒരു വക്ത് നിസ്കാരം ഖളാ ആക്കിയിട്ട് ഖളാ വീട്ടിയാൽ ഫവൈലുൽ മുസല്ലീൻ അല്ലദീന മൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പരിശുദ്ധ ഖുർആൻ. എന്താ ഖുർആൻ? അറഅയ്തല്ലദീ യുകദ്ദിബു ഞാൻ ഓതാറില്ലേ? ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് സർവനാശം, നിസ്കരിക്കുന്ന മനുഷ്യന്മാർക്കാണ് നാശം. എങ്ങനെ നിസ്കാരം? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല, ഒരു തോന്നുന്നു നിസ്കരിച്ചു. ഇനി കഥാനായാലും വേണ്ടില്ല, കല്യാണം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓർവില്ല, അസറില്ല, മാരിബിയൊറ്റ ജമ്മ തറാവിയാണ്. ഇങ്ങനെ നിസ്കരിക്കുന്നവർക്കാണ് സർവനാശം പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തഫ്സീർ എടുത്ത് പരിശോധിച്ചാൽ കാണാം. 80 ഉഖബയാണ് ഒരു നിസ്കാരം ഖളാ ആക്കിയിട്ട് അത് ഖളാ വീട്ടിയാൽ കിട്ടുന്നത്. എന്നാൽ പ്രതിബന്ധങ്ങളുണ്ട്. 3 കാരണങ്ങളാണ് പ്രതിബന്ധങ്ങളുള്ളത്. അതിൽ പറയപ്പെട്ട ഒന്നാണ്, ഒരാൾ ആ സമയത്തെ വിട്ട് മടക്കുന്ന രീതി സമയമായത് അറിഞ്ഞില്ല, മറന്നുപോയി, സമയമായതറിഞ്ഞ മറന്നുപോയി, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഉറങ്ങിപ്പോയി, അതല്ലെങ്കിൽ ചെറുപ്പം കസുമാക്കാൻ. ഈ ഒരു സാഹചര്യത്തിൽ മാത്രം നിസ്കാരം ഖളാ ആക്കാൻ നമുക്ക് അനുവാദമുള്ളൂ. അല്ലാതെ നമ്മളൊക്കെ വിചാരം എന്താ, അതിപ്പോ എന്താ കഥ കിട്ടിയ പോലെ അല്ലേ, വണ്ടിയിൽ ഇങ്ങനെ പോവാണ്, ആ സമയത്ത് മരുമിന്റെ സമയം കഴിയാനായി, ഇനിയിപ്പോ ഏതായാലും ഇവിടെ നാട്ടിൽ ശരിയാവില്ല, നമുക്ക് എന്ത് ചെയ്യാം, അവൾ നാട്ടിൽ പോയിട്ട് കഥ വിട്ടാണ്. ഒരു ഇത്രയും ഗൗരവം നമ്മൾ കാണിക്കാറില്ല. വളരെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവാറുണ്ട്. അല്ലാഹു പടച്ചറബ് നമുക്ക് കാത്തിരക്ഷിക്കുമാറാകട്ടെ, പടച്ചറബ് നമുക്ക് ആക്കട്ടെ. അപ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഇന്ന് മുതൽ അല്ലെങ്കിൽ അടുത്ത ഹൈദ് മുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എപ്പോഴാണോ ഹൈദ് രക്തം മുറിയുന്നത്, ആ മുറിഞ്ഞ സമയം ജമാഅക്കപ്പെടുന്ന നിസ്കാരത്തോട് തുല്യതപ്പെട്ടു നിൽക്കുന്ന സമയമാണെങ്കിൽ, ഏതൊക്കെയാണ് ജംഉള്ളത്? ളുഹുറും അസ്റും ജംആണ്, മഗ്രിബും ഇശാഉം ജംആണ്. അപ്പോ നമ്മളുടെ ഈ നിഫാസോ ഹൈദോ ഭ്രാന്തോ ബോധക്ഷയോ ഇതൊക്കെ നീങ്ങിയത് എപ്പോഴാണ്? ഈ അസറിന്റെ സമയത്താണെങ്കിൽ അവിടെ ളുഹുറും ഖളാഉം വീട്ടണം. ഇനിയോ ഇശാഇന്റെ സമയത്താണെങ്കിൽ മഗ്രിബ് ഖളാഉം വീട്ടണം. ഇത് ശ്രദ്ധയിലുണ്ടായിരിക്കട്ടെ.
ഇത് ശ്രദ്ധയിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണ് ഹൈദുള്ള സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടാൻ പാടില്ല. ഹബീബായ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസിൽ കാണാം, അബൂ ദാവൂദും തുർമിദി റിപ്പോർട്ട് ഹദീസാണ് റിപ്പോർട്ട് ചെയ്തത്. ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഹബീബ് ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നു, മന്നതാ ഹൈളാ, നിന്റെ ഭാര്യക്ക് ഹൈളായി കഴിഞ്ഞാൽ, മെൻസസായി കഴിഞ്ഞാൽ, ഫീ ഫർജിഹാ, അങ്ങനെ മെൻസസ് ഉള്ള സമയത്ത് ഏതെങ്കിലും ഒരു ഭാര്യയുമായിട്ട് ആരെങ്കിലും ബന്ധപ്പെട്ടാൽ, ഔ അതല്ലെങ്കിലോ ഇംറഅത ഫീ ദുബ്രിഹാ, സ്ത്രീ നിനക്ക് അനുവദനീയമല്ലാത്ത ഭാഗത്തിലൂടെ നീ ഭോഗിച്ചു കഴിഞ്ഞാൽ രണ്ടും തെറ്റാണ്. ഹൈദുകാരിയുടെ മുൻഭാഗത്തിലൂടെയോ അതല്ലെങ്കിൽ ഹൈദുകാരിയാവട്ടെ ഹൈദുകാരി അല്ലാതിരിക്കട്ടെ അവിടെ പിൻഭാഗത്തിലൂടെയോ നീ ഭോഗിച്ചു കഴിഞ്ഞാൽ, ഔ അതല്ലെങ്കിലോ കാഹിന, നീ പ്രശ്നം നോക്കിയാൽ, ജോത്സ്യന്റെ അടുത്ത് പോകിയാൽ, കണക്ക് നോക്കിയാൽ, ഫഖദ് കഫറ, അവൻ അവിശ്വാസിയാണ്. ബിമാ ഉൻസില അലാ മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ മുഹമ്മദിന്റെ മതത്തിൽ നിന്നും പുറത്താണെന്ന് ഖാതിമുൽ അംബിയാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രശ്നം നോക്കുക, ജോത്സ്യന്റെ അടുത്ത് പോകുക, അതിലെ ഹൈദുള്ള സമയത്ത് ബന്ധപ്പെടുക, അതല്ലെങ്കിൽ പിൻവാരത്തിലൂടെ ഭോഗിക്കുക, ഇതൊക്കെയും ചെയ്യുന്നവൻ എന്നിൽപ്പെട്ടവൻ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശുദ്ധിയുള്ള സമയത്ത് നമ്മുടെ സ്വന്തം ഭാര്യയുമായിട്ട് ഒരു രാത്രി തന്നെ എത്ര വട്ടം വേണമെങ്കിലും പൂതി മാറുന്നത് വരെ സ്വന്തം ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്നത് ഇസ്ലാമിന് തെറ്റില്ല. ഓരോന്ന് കഴിഞ്ഞാലും ഓരോന്നിനും സെപ്പറേറ്റ് കുളികളുടെയും ആവശ്യമില്ല. ആയിഷ റളിയല്ലാഹു അൻഹാ, ബുഖാരി കൊടുത്ത ഹദീസാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരായുണ്ടല്ലോ മുത്തുനബി തങ്ങളായിരുന്നു, മുത്തുനബി തങ്ങളുടെ പതിവായിരുന്നു, ഇദാ കാന ജുനുബൻ, ജനാബത്തുകാരനായി, ഭാര്യയുമായി ബന്ധപ്പെട്ട് ജനാബത്തുകാരനായി, ഇനിയോ അതിനുശേഷം ആഗ്രഹിക്കുന്നു അയ്യകുല, എന്തെങ്കിലും തിന്നാൻ വേണ്ടി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഔ അതല്ലെങ്കിലോ ഔ യനാമ, ഉറങ്ങാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, തവല്ലഅ വുദൂഉ ലിസ്സലാത്തി, നിസ്കാരത്തിന് വുദൂ എടുക്കുന്നത് പോലെ വുദൂ എടുക്കുമായിരുന്നു. അപ്പൊ ജനാബത്തുകാരനായിക്കൊണ്ട് ഭക്ഷണം കഴിക്കരുത്, ജനാബത്തുകാരനായിക്കൊണ്ട് കിടന്നുറങ്ങരുത് എന്ന സന്ദേശമാണ് ഇതിൽ നമുക്ക് കിട്ടാനുള്ളത്. ഇനി അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അതല്ലെങ്കിലോ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, കുളിക്കാൻ കുളിക്കുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, ഒരു വുദൂ എങ്കിലും ചെയ്യണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്ന അവിടുത്തെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹാ പഠിപ്പിക്കുന്നു. മാത്രമല്ല, വൈദാ അതാ അഹദുക്കും, ഒരാൾ അഹ്ലുഹു, തന്റെ ഭാര്യയുമായിട്ട് രാത്രിയിൽ സുഖം പങ്കിടുന്നു, അവിടുന്ന് ബന്ധത്തിൽ ഏർപ്പെടുകയാണ്, സുമ്മ പിന്നീട് മറാദ, പിന്നെ ഒന്നുകൂടി ആയാലോ എന്ന് അവൻ ആഗ്രഹിച്ചു, ആ രാത്രി തന്നെ ഒന്നും കൂടി വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അപ്പോഴും ഇവ രണ്ടിനെയും ഇടയിൽ ആ ഒരു വുദൂഇനെ കൊണ്ടുവരൽ സുന്നത്താണ്. ഒരു പണി കഴിഞ്ഞിട്ട് അടുത്ത പണിക്ക് മുന്നേ ഒരു വുദൂ എടുക്കുക, അതാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചത്. കുളിക്കാൻ ഉദ്ദേശിച്ച് കുളിക്കാൻ ഒന്നുകൂടി ഫ്രഷായി ഒന്നുകൂടി ഉണ്ടാവും. ഈ കുളിക്കുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വുദൂവെങ്കിലും അവർ ചെയ്തു കൊള്ളട്ടെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇന്നല്ലാഹ യൻഹാകും അൻ തഅദി വസ്തഹ്യു മിൻ മലായികല്ലദീന ലാ യുഫാരിഖൂനകും ഇല്ലാ ഇൻദ സലാദി ഹലാൽ. അത് വലിയൊരു പോയിന്റാണ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യൻഹാകും, നിങ്ങളെ വിലക്കിയിട്ടുണ്ട്, നിങ്ങളോട് വിരോധിച്ചിട്ടുണ്ട്, അനി തഅദി, നഗ്നമായി നടക്കുന്നതിൽ നിന്നും,
ഒന്നുമിടാതെ ഇങ്ങനെ നടക്കുക, ഒന്നും ഇടാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഹബീബ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുണ്ട്. എന്നിട്ടോ വസ്തഹിയു, നിങ്ങൾക്ക് ലജ്ജയുണ്ടാവണം, മിൻ മലായികത്തില്ല, അള്ളാഹുവിന്റെ മലക്കുകൾ ഇത് കാണുമെന്നുള്ള ലജ്ജ നിങ്ങൾക്ക് വേണം. ആരുമില്ലല്ലോ വെച്ചിട്ട് ഒന്നുകൂടാ നടക്കരുത്, ആരുമില്ലല്ലോ, ഞാനും കാണാനില്ലല്ലോ എന്ന് വിചാരിച്ച് ഔറത്ത് ഒഴിവാക്കി നടക്കുന്ന സംവിധാനം നമ്മളിൽ ഉണ്ടാവരുത്. എന്നിട്ട് അവിടെ നിന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, ലാ യുഫാരിഖൂനകും ഇല്ലാ ഇൻദ തലാവി ഹലാൽ, 3 സമയത്ത് 3 അവസരങ്ങളിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് മലക്കുകൾ വേറിട്ട് നിൽക്കും. ആ സമയത്ത് മലക്കുകളുടെ കൂടെ ഉണ്ടാവില്ല. അതിൽ ഒന്നാമത്തെ കാര്യമാണ് അൽ ഗായിസ്. അൽ ഗായിസ്, നമ്മൾ വിസർജനം തരുന്ന സ്ഥലത്തേക്ക് അറിവില്ല, മലക്കുകൾ ഉണ്ടാവില്ല. അതുപോലെ ജനാബത്തി, ജനാബത്തുകാരന്റെ അടുത്തേക്ക് അറിവില്ല, മലക്കുകൾ ഉണ്ടാവില്ല. വൽ ഉസ്ലു, അതുപോലെ തന്നെ കുളിക്കുന്ന സമയത്തും മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കുളിക്കുകയാണെങ്കിൽ ബിൽ അവാഇ, നഗ്നനായിക്കൊണ്ടാണ് കുളിക്കുന്നതെങ്കിൽ അവൻ മറയുണ്ടാക്കട്ടെ, ഫീ തൗബിഹി, അവന്റെ വസ്ത്രം കൊണ്ട് ഒരു മറ അവൻ കെട്ടട്ടെ. അവല്ലെങ്കിലോ ഒരു ചുമര്, ഒരു കല്ല് കൊണ്ടൊരു ചുമര അവൻ കെട്ടട്ടെ. ഇനി അവല്ലെങ്കിൽ അവന്റെ വാഹനമായ അവന്റെ ഒട്ടകത്തെ കൊണ്ടെങ്കിലും ഒരു മറയുണ്ടായിട്ട് അതിനപ്പുറം നീ കുളിക്കാവൂ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഈ 3 സമയത്ത് മലക്ക് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ബാത്റൂം അധികം നേരം ഇരിക്കേണ്ടി വരുന്നത്. അത് കാര്യസാധ്യ പെട്ടെന്ന് ഇറങ്ങിപ്പോരണം. അവിടെ ഇബ്ലീസിന്റെ സ്ഥലമാണ്. എവിടെ നമ്മൾ വഴിപിഴപ്പിക്കാൻ, നിങ്ങൾ ഇരുന്നക്കാണ് ബാത്റൂം പോയി ഇരുന്നിങ്ങനെ ആലോചിച്ചാൽ കുറെ കാര്യങ്ങൾ, ഒരുപാട് പ്ലാൻ ഇട്ടോടുന്നത് അല്ലേ? അവിടെ നിന്നാണ് പല തീരുമാനം നമുക്ക് വരല്. കാരണം അവിടെ നമ്മളെ വഴിപിഴപ്പിക്കാൻ ആരുണ്ട്? ശൈത്താൻ നമ്മുടെ കൂടെ ഉണ്ടാകും, പെട്ടെന്ന് ഉണ്ടാകും. ഈ ശൈത്താൻ നമ്മളെ വഴിപിഴപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണേത്? ബാത്റൂമി എന്നുള്ളത്, കക്കൂസി എന്നുള്ളത്, തണ്ടാസി എന്നുള്ളത്. ബാത്റൂമിൽ പാലിക്കേണ്ട മര്യാദയുണ്ട്, അത് പിന്നീട് ഒരു ദിവസം വിശദീകരിക്കാം. അപ്പൊ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോ, എന്നാൽ അവിടെ ആരില്ല, നമ്മുടെ കൂടെ മലക്കുകളില്ല. നമ്മുടെ കൂടെ അള്ളാഹുവിന്റെ മലക്കുകൾ ഉണ്ടാകുമ്പോൾ നമ്മളെ വഴി ചെറിയൊരു പേടിണ്ടാകും. ഏത് ശത്രുവിനും നമ്മുടെ കൂടെ ആളില്ലെങ്കിലോ പെട്ടെന്നുണ്ട് ചാരിക്കണം, കൊമ്പുമ്പലാണ് പെട്ടെന്ന് ചാരിക്കാനാണ് എളുപ്പം. അപ്പൊ മലക്കുകൾ ഇല്ലാത്ത സന്ദർഭമാണ് ഈ 3 സന്ദർഭം. ഒന്ന് ജനാപത്തുകാരൻ, ഒന്ന് വിസർജന സ്ഥലം, അതുപോലെ തന്നെ കുളിക്കുന്ന സമയം. ഈ സമയത്ത് മലക്കുകൾ ഉണ്ടാകും. 3 മലക്കുകൾ ഉണ്ടാകുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോ മഹാനായ അബ്ദുർ റസാഖ് ഇബ്നു അബീൽ ജുറൈജി റളിയല്ലാഹു അൻഹു പറയുന്നു, ബലഗനി, എന്നെ കണ്ടുമുട്ടുകയാണ്. ആ സമയമുണ്ടല്ലോ ബി അജീരിഹി ലഹു യഗ്തസിലു ആരിയാ, ഒരു ജോലിക്കാരൻ, ഒരു അജീര് തൊഴിലാളി, ലഹു, അവൻ കുളിക്കുകയോ, അവൻ കുളിക്കുന്നത് ആര്യൻ, നഗ്നനായിട്ട് കുളിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനിടയായി. അപ്പോൾ അല്ലാഹു റസൂൽ ചെയ്തെന്താണെന്നറിയുമോ? ഫഖാല, അദ്ദേഹത്തോട് പറഞ്ഞു, ലാ അറാക നസ്തഈ മിൻ റബ്ബിക, നിന്റെ റബ്ബ് കാണുമെന്ന നാണം നിനക്കില്ലടാ എന്ന് അല്ലാഹു റസൂൽ അവിടെ ചോദിക്കുകയാണ്. എന്നിട്ടോ അതുവരെയുള്ള ശമ്പളം കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്റെ സേവനം ആവശ്യമില്ല. നഗ്നനായി കുളിക്കുന്ന ഒരാളെ കണ്ടപ്പോ ആ ജോലിക്കാരനെ കൊടുക്കേണ്ട ശമ്പളം കൊടുത്ത് പറഞ്ഞു വിട്ടു എന്ന അത്രയും ഗൗരവമുള്ള വിഷയമാണ് ഇത് നഗ്നത എന്നുള്ളത്. കുളിക്കുന്ന സമയത്ത് പോലും നഗ്നനായി കൊണ്ടാവരുത്. നമ്മൾ വിചാരിച്ചു നമ്മുടെ വാർത്തകളിലല്ലേ, നമ്മളാരും കാണാനൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് ഈ പുഴയിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഉമ്മമാരുടെ നമ്മളോട് ശ്രദ്ധിക്കണം. ഇവിടെയൊക്കെ പുഴയിൽ കൊടുക്കാൻ പോകുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. ഇവിടെ നമ്മൾ അവിടെ പ്രധാനമായിട്ടും, ഇത് പരസ്യമായിട്ട് പറഞ്ഞാൽ ചില വർഗീയതയാകും, പ്രധാനമായിട്ടും സ്ത്രീയുടെ ഔറത്ത് 3 തരത്തിലാണ്. ഒന്ന് മഹ്റമിന്റെ അടുക്കല്, മറ്റേ ഒന്ന് അന്യപുരുഷന്റെ അടുക്കല്, മറ്റേ ഒന്ന് ഫാസിഖീങ്ങളും കാഫിരീങ്ങളുമായ സ്ത്രീകളുടെ അടുക്കല്. ഈ സമയത്തുണ്ടാകുന്ന വസ്ത്രധാരണം 3 തരത്തിലാണ്. പെണ്ണുങ്ങളല്ലേ വെച്ചിട്ട് എല്ലാ പെണ്ണുങ്ങളും എല്ലാവരും വളരെ നയിച്ചിട്ട് കുറിച്ചാണെന്ന് പറ്റില്ല. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.
ഫാസിഖീങ്ങളുടെയും കാഫിറുകളുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് ജോലി സമയത്ത് വെളിവാകുന്ന സ്ഥലങ്ങൾ മാത്രമേ, ജോലി സമയത്ത് വെളിവാകുന്ന സ്ഥലം എന്ന് പറയുന്നത് തണ്ടങ്ങയുടെ പകുതി, ഫുള്ളില്ല. ശ്രദ്ധിക്കണം, ഫുൾ കൈ ഹാഫ് കൈ അല്ലത്, തണ്ടങ്ങയുടെ പകുതിയുള്ള ജോലി സമയം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് മുഖവും, അതുപോലെ തന്നെയാണ് ഇതാണ് ജോലി സമയത്ത് വെളിവാകാൻ പാടുള്ളൂ. അല്ലാത്തതൊക്കെയും അവിടുത്തെ തന്നെയാണ്. മുറ്റൊക്കെ അടിച്ചു വരുമ്പോണ്ടല്ലോ, മുടിയൊക്കെ ബാഗിൽ കെട്ടിച്ചിങ്ങാണ്ട് അങ്ങനെ അടിച്ചു വരുമ്പോൾ പലതും പുറത്തേക്ക് ചാടും. അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അത് പെണ്ണിനെ അനുവദിച്ചതല്ല. മറ വേണം, അപ്പുറത്തും ഇപ്പുറത്തും പലവരും പോകും, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ ജോലി സമയത്ത് വെളിവാകുന്ന സ്ഥലങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മറ്റുള്ള ഫാസിഖീങ്ങളായ അഥവാ ദുർനടപ്പുകാരികളായ കാഫിരീങ്ങളായ സ്ത്രീകളുടെ മുമ്പിൽ ഒരു പെണ്ണിനെ വെളിവാക്കാൻ പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു അത്ര വിഷയങ്ങൾ ശ്രദ്ധിക്കണം. തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ ഗൗരവമുള്ള വിഷയമാണത്. നമുക്ക് എല്ലാം പെണ്ണുങ്ങളല്ലേ അല്ലെങ്കിൽ കുടുംബക്കാരല്ലേ എന്ന് വിചാരിച്ച് എല്ലാവരും കാണിക്കാൻ പറ്റില്ല മുഅ്മിനീങ്ങളെ. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മാത്രമല്ല, ജനാബത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു കാര്യം പറയാം. മഹാനായ ഗസ്സാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറയുന്നു, അന്നഹു റുഇയ റജുലൻ, ഒരു വ്യക്തി ഫി മനാമി, ഉറക്കത്തിൽ കണ്ടു. ഫഖലഹു, അവനോട് ചോദിച്ചു. ഗസ്സാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയെ സ്വപ്നത്തിൽ കാണുകയാണ്. നമുക്കറിയാമല്ലോ, ഗസ്സാലി ഇമാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ വല്ലാതെ ഉയർന്നു നിൽക്കുന്ന വലിയൊരു മഹാനാണ് ഗസ്സാലി ഇമാം. ആ ഗസ്സാലി ഇമാം സ്വപ്നത്തിലൂടെ മരിച്ചുപോയ ഒരാളെ സ്വപ്നത്തിലൂടെ കാണുന്നു. കണ്ടപ്പോ അയാളുടെ മുഖത്ത് വല്ലാത്ത പ്രയാസം, വല്ലാത്ത ദുഃഖം കാണുമ്പോ അയാളോട് ചോദിച്ചു, എന്താണ് നിനക്ക് പറ്റിയിട്ട്, എന്താ എന്നെ കൊണ്ട് പടച്ചോൻ കാട്ടിയത് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, തങ്ങളെ ഞാൻ വല്ലാതെ ദുരിതത്തിലാണ്. എന്തിയെ പറ്റിയത്? ഞാനൊരു ദിവസം ജനാബത്ത് കുളിക്കാൻ മറന്നുപോയി, ഒഴിവാക്കി പോയി തങ്ങളെ. അതിന്റെ ശിക്ഷ ഞാനിപ്പോ ഖബറിൽ വെച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ശിക്ഷ? നരകത്തിൽ നിന്നുള്ള അഗ്നിയാൽ ഒരു വസ്ത്രം അല്ലാഹു എന്നെ ധരിപ്പിച്ചു. ഞാൻ അതിൽ കിടന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തങ്ങളെ എന്ന് ആ ഒരു വ്യക്തി ഗസ്സാലി ഇമാമിനോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ജനാബത്തുകാരനായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷാവാൻ നമ്മളൊക്കെയും സന്നദ്ധരാകണം. ഈ സ്വപ്നസ്കരണം വലിയൊരു വിഷയമാണ്. പലപ്പോഴും നമ്മളൊക്കെ ശ്രദ്ധയിൽ പെടാതിരുന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ കിടക്കപ്പായിൽ നിന്ന് എണീറ്റ് ഉടനെ ഓടിപ്പോകുന്ന സന്ദർഭം നമ്മളുണ്ടാവാൻ പാടില്ല. എപ്പോഴും കറക്റ്റ് സമയത്ത് എണീക്കരുത്. ഒരാൾ 3 മണിക്കാണ് തഹജ്ജുദ് 2:15 എണീക്കണം. എന്നിട്ട് കിടപ്പറയിൽ നിന്ന് ദിക്റൊക്കെ ചൊല്ലി എണീറ്റ് ഇരുന്ന് അല്പതമയം വിശ്രമിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മളുടെ ബിൽഡിംഗ്, അത് നമ്മളുടെ ശാരീരിക അങ്ങനെ തന്നെയല്ലേ. ആദ്യം തന്നെ എണീറ്റ് കൊടുക്കുക. ഇതൊരു മെഷീനല്ലേ, ഒരു മെഷീൻ പോലെയാണല്ലോ. ഇതാണ് നമ്മൾ എണീറ്റ് നമ്മുടെ എല്ലാ രക്തക്കുഴലും രക്തം ഓടി നമ്മളെല്ലാത്തിനും ബിൽഡിംഗ് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ കിടപ്പായി എണീക്കേണ്ടത്. ആ കിടപ്പായി എണീക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ വല്ല സ്ഖലനമുണ്ടായതിൻ്റെ അടയാളം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ എണീക്കേണ്ടത്. ഇനി അങ്ങനെ നമുക്ക് സ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൂർവികരായ പണ്ഡിത മഹത്വക്കളൊക്കെയും ജനാബത്തുണ്ടായോ അപ്പം കുളിക്കും, അടുത്ത വീണ്ടും കുളിക്കും അല്ലെ. മൊയ്‌ദി ഷേഖിന്റെ ഒരു മാർഗത്തിനുണ്ടല്ലേ, 40 രാവ് ജനാബത്തുണ്ടായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റ രാത്രി 40 വട്ടം ജനാബത്തുണ്ടായ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാനായ അതുപോലെ തന്നെ മഹാനായ അശ്ശൈഖ് ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം എന്ന് പറയുന്ന വലിയൊരു മഹാനാണ്. ഒരിക്കൽ അദ്ദേഹത്തിന് സ്വപ്നസ്ഖലനം ഉണ്ടായി. വല്ലാത്ത തണുപ്പുറ്റ രാത്രിയിലായിരുന്നു, ശക്തമേറിയ തണുപ്പായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് കുളിക്കാനുള്ള വെള്ളം കൊണ്ടുവന്നു. പക്ഷെ ആ വെള്ളം ഐസ് കട്ടായിരുന്നു. അത്രക്കും തണുപ്പുള്ള കാലം, വളരെ 0 ഡിഗ്രി തണുപ്പുള്ള രാജ്യങ്ങളൊക്കെ ഇന്ന് നമുക്കറിയാമല്ലോ. ആ അത്തരത്തിലുള്ള ഒരു സന്ദർഭമാണ്. വെള്ളമൊക്കെ ഉറച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഐസ് കട്ടയെ തച്ചുടച്ചുകൊണ്ട് വെള്ളമാക്കിയിട്ട് അതുകൊണ്ട് മഹാനവർ കുളിച്ചു എന്നാണ്. സ്വപ്നസ്ഖലനം ഉണ്ടായി കുളിച്ചു.
വകാദത് റൂഹു തഖ്റുജു മിൻ ശിദ്ദത്തിൽ ബർദ. ആ തണുപ്പിന്റെ കാഠിന്യം കൊണ്ട് ശരീരം വിറവിറക്കാൻ തുടങ്ങി. മരിച്ചു പോകുമോ എന്ന് പോലും എന്തായി ചിന്തിച്ചു പോയി. അത്രക്കും ഒരു തണുപ്പുള്ള രാത്രിയായിരുന്നു. അങ്ങനെ മഹാനവറുകൾ വെള്ളം കൊണ്ട് കുടിച്ചു. തണുത്ത് ഉറച്ചു കമഴി. അങ്ങനെ വീണ്ടും കിടന്നുറങ്ങി. പുതച്ചു കിടന്നു ഉറങ്ങി. വീണ്ടും ഇത്രയും തന്നെ രാത്രിയാണ്. പക്ഷേ രണ്ടാമത്തെ തവണ എത്തുണ്ടായി. ഫാത്താബിമായി വീണ്ടും അദ്ദേഹം എണീറ്റു. സ്ഥലനുണ്ടായ വീണ്ടും എണീറ്റു. അദ്ദേഹം കുളിച്ചു. ആ ഒരു തണുപ്പിന്റെ കാഠിന്യം കൊണ്ട് മഹാനവറുകൾ ബോധരഹിതനായിരുന്നു എന്നാണ് ചരിത്രം. ആ സമയത്താണ് അദ്ദേഹത്തിന് വിളിയാളം കേൾക്കുന്നത്. മഹാനായ ഇസ്സുദ്ദീൻ അബ്ദുസ്സലാമേ, അബ്ദുസ്സലാം എന്ന പേര് ഇസ്സുദ്ദീൻ, ദീൻ പ്രതാപമുള്ള എന്നുള്ള പേരിന്റെ സ്ഥാനപ്പേര് കിട്ടിയതാ. നിനക്ക് അള്ളാഹു പകരം നൽകുന്നു ഈ ഒരു പ്രവർത്തനം കൊണ്ട്. ഈ ഒരു തണുത്ത രാത്രിയിലും നിനക്കൊരു ജനാബത്തുണ്ടായപ്പോ ആ ഒരു ജനാബത്തിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ശക്തമേറിയ ജാമിതായ ഉറച്ച ഐസൻ പോലെയുള്ളതായ ഇത്രയും തണുപ്പുള്ള വെള്ളം കൊണ്ട് നീ ഒരു ശുദ്ധീകരണം നടത്തിയതിന്റെ പ്രവൃത്തിയിൽ അള്ളാഹു സംതൃപ്തനാണ്. ബിഹാ, ഇതുകൊണ്ട് അള്ളാഹു നൽകും ദുനിയാവിലെ പ്രതാപം നൽകും, ആഖിറത്തിൽ നിന്നെ ഉന്നതനാക്കുമെന്ന അശരീയ മഹാനം കേൾക്കുകയാണ്. അത്രയും മഹത്വങ്ങളുള്ളതായ, അത്രയും മാതൃ കാണിച്ചു തന്നതായ ആരിഫീങ്ങളുടെയും ആബിദീങ്ങളുടെയും ഉലമാക്കളുടെയും പിന്തുണക്കാണ് നമ്മളൊക്കെ. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ നല്ല ഗൗരവത്തോടു കൂടി തന്നെ വിഷയം നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. വലിയ ഗൗരവമുള്ള വിഷയമാണ് അശുദ്ധി ഉണ്ടാവുക എന്ന്. ജനാപത്തുകാരനായിക്കൊണ്ട് കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ജനാപത്തുകാരനായിക്കൊണ്ട് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത്. അത് നമ്മുടെ ശ്രദ്ധയോടുകൂടി ആ സമയത്ത് കുളിക്കാൻ സമയമെങ്കിൽ അറ്റ്ലീസ്റ്റ് വുളൂഎങ്കിലും എടുത്തിട്ട് വേണം ചെയ്യാൻ ഭക്ഷണം കഴിക്കാൻ. അതല്ലെങ്കിൽ ഒരു വട്ടം ജനാപത്തായി ഒന്നും കൂടി കൂതിട്ട് വുളൂ കൊടുക്കുക രണ്ടിൻ്റെയും ഇടയിൽ, എന്നിട്ട് അടുത്ത പണിയും തുറന്ന. അങ്ങനെ അവ തമ്മിലുണ്ടാകുന്ന ആ പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയതായ റുഖ്സകളൊക്കെ അനുവദിച്ചതെന്തായ ഇളവുകളൊക്കെയും പാലിച്ചുകൊണ്ടെങ്കിലും നമ്മളുടെ ദൈനംദിന ജീവിതത്തെ ധന്യമാക്കാൻ നമ്മൾ സന്നദ്ധരാകണം. അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ് രത്നം ചുരുക്കുമെന്ന് പറയാം. നമുക്കറിയാം, ഇവിടെ നമ്മൾ നിസ്കാരം കുളി നിർബന്ധമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ജനാബത്തും ബിഖുറൂജിൽ മനിയത്തി, മനിയ പുറപ്പെടുക എന്നുള്ളത്. അതല്ലെങ്കിൽ ഹശ്വ പ്രവേശിക്കുക. അല്ലെങ്കിലോ ഓപ്ഷനാണെന്നില്ല, അത് മുറിഞ്ഞു വയ്ക്കണം, സങ്കല്പിക്കുക. കുട്ടികൾ വിശദീകരിക്കുന്നില്ല. അപ്പോൾ കർഹൻ അതിന്റെ അത്ര അളവിൽ എന്ത് ചെയ്തു ആണ് കയറി. അപ്പോൾ എന്താണ് നിസ്കാരം അങ്ങനെ കുളി നിർബന്ധമാകും. അതുപോലെ അതുപോലെ തന്നെയാണ് പ്രസവം, അതുപോലെ മൗത്ത് മരണം. പ്രസവം അതെന്തിനാ ഈ നിഫാസും മിലാദും രണ്ടെണ്ണമാണ്. നിഫാസ് പ്രസവത്തല്ലേ, പക്ഷെ മിലാദ് ഒരു പെണ്ണാണ് പ്രസവിച്ചു, രക്തമൊന്നുമില്ല, രക്തമൊന്നുമില്ല, ജാമ്യ ഉറച്ച രീതിയിലാണ് കുട്ടീനെ പോകുന്നത്. എന്നാൽ പെണ്ണ് കുളിക്കണ്ടേ? പ്രസവിച്ചാൽ കുളിക്കണം, അത് ഒന്നാണ്. രണ്ടാമത്തെ വേറെ പ്രസവ രക്തം വേറെ, രക്തം ഉണ്ടായ വേറെയും കുളിക്കണം അല്ലേ? ഇപ്പൊ അപുരുഷനായാലും കുളിക്കണ്ടേ? പ്രസവം നടക്കുന്നില്ലല്ലോ. അപ്പോഴും എന്താണ് കുളി അവിടെ നടക്കണം അല്ലേ? ഓപ്പറേഷൻ നടത്തിയ പ്രസവം നടക്കുന്നത്, ഓപ്പറേഷൻ കീറിടിക്കുകയല്ലേ? നിഫാസ് എപ്പോഴും വരും. അപ്പോൾ എന്താണ് നിഫാസിന് കുളി വരും. അപ്പൊ അത് പ്രസവവും പ്രസവ രക്തവും രണ്ടാണ്. രണ്ട് സംഭവിച്ചാലും കുളി അവിടെ അനിവാര്യമാണ് എന്നർത്ഥം. അതുപോലെ തന്നെ ഈ ഒരു വിഷയം പറയുമ്പോൾ ചെറിയൊരു കാര്യം പറയാനുള്ളത്, പലപ്പോഴും നമ്മുടെയൊക്കെ സ്ത്രീകളിൽ കണ്ടുവരുന്ന പ്രശ്നമാണ് പ്രസവരക്തം എന്ന് പറയും. ഈ നിഫാസി എന്ന് പറയുന്നത് ചുരുങ്ങിയത് ഒരു സെക്കൻഡാണ്. കുറേ സമയം കാണുന്നില്ല അല്ലേ? അല്ലെങ്കിൽ ഒരു ദിവസം, 40 ദിവസം, ഏറിയാൽ 60 ദിവസം, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോ പല സ്ത്രീകൾക്കും ചിലപ്പോ ഒരു 20, 25, 30 ആളുമ്പോൾ ഈ പ്രസവത്ത് നിന്നിട്ടുണ്ടാവും, നിഫാസ് നിന്നിട്ടുണ്ടാവും. ഈ 4 പെണ്ണുങ്ങൾ 40 കുടിച്ചു.
നമ്മുടെ നാട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണത്. അപ്പൊ ഈ 25 കഴിഞ്ഞ് ബാക്കിയുള്ള 15 ദിവസം നിസ്കാരം മറ്റുള്ള കാര്യമൊക്കെ അവരുടെ പേരിൽ നിർബന്ധം വരുന്നുണ്ട്. പ്രസവരക്തം മുറിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ചെയ്യണം? കുളിച്ച് ഫ്രഷായി നിസ്കാരം സ്റ്റാർട്ട് ചെയ്യണം. 40 വരെ 40 ആയിട്ട് കുളിക്കുള്ളൂ എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പ്രസവവുമായി ബന്ധപ്പെട്ടുള്ളത്. അതുപോലെ ഹൈദ് അങ്ങനെ തന്നെ, അത് പിന്നെ ഏകദേശം എല്ലാ ഉമ്മമാരും ശ്രദ്ധിക്കുന്ന വിഷയം തന്നെ അല്ലേ. 6-7 ദിവസമാണ് സാധാരണ ഉണ്ടാകുക. അപ്പോൾ അത് കഴിഞ്ഞാൽ കുളിക്കാറുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും 6-7 ദിവസം കഴിഞ്ഞു ശുദ്ധിയായി എന്ന് വിചാരിച്ച് കുളിച്ച് ഫ്രഷായി നിസ്കരിച്ചു, പിന്നെ പിറ്റേ ദിവസമാണ് പിന്നെ ഇങ്ങനെ പൊട്ടി വരുന്നത്. അപ്പോൾ വീണ്ടും ഹൈദ് തന്നെ. രക്തം മുറിഞ്ഞതായി കണ്ടാൽ കുളിച്ച് ഫ്രഷായി നിസ്കരിക്കുക. വീണ്ടും രക്തം വരുന്നുണ്ടെങ്കിൽ ഹൈദായിട്ട് എഴുന്നേൽക്കുകയും വേണം. അത് മുറിഞ്ഞു വന്നു കഴിഞ്ഞാൽ ആ ഒരു 15 ദിവസം കഴിഞ്ഞാൽ പിന്നെന്തല്ല, അത് ഹൈദാവുള്ളത് ഇസ്തിഹാദ് എന്ന് പറയാം, രോഗരക്തമായിരിക്കും. അത് മുതൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഹൈദിന്റെ പാഠത്തിൽ പറയേണ്ടത് ഒരു സ്ഥാനത്ത് ഉണർത്തിയെന്ന് മാത്രം. ഇനി ഈ കുളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഈ കുളിക്കും ഇതുപോലെ വുദൂഇന് പറയുന്നത് പോലെ തന്നെ ഫർളുകളുണ്ട്, സുന്നത്തുകളുണ്ട്, ഷർത്തുകളുണ്ട്. വുദൂഇന്റെ ഷർത്തുകൾ തന്നെയാണ് എന്തിനുള്ളത്? കുളിക്കും ഷർത്തുകളുള്ളത്. വുദൂഇന് 5 ഷർത്തുകൾ നമുക്കറിയാമല്ലോ. എന്തൊക്കെയാ ഷർത്തുകൾ പറഞ്ഞു കേൾക്കട്ടെ, ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. വെള്ളം തഹൂറായിരിക്കും, മാഷാ അല്ലാഹ്. പിന്നെ കേൾക്കപ്പെടുന്ന അംഗങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. പിന്നെ വെള്ളം ചേരുന്നതിന് തടയുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കും. 4 പറയും ഭക്ഷണാക്കില്ലേ. അതന്നെ വെള്ളം ചെയ്ത് തടയുന്നൊന്നും ഇല്ലാതിരിക്കുന്നത്. കഴിഞ്ഞോ? കേൾക്കപ്പെടുന്ന അംഗങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക, നിത്യശുദ്ധിയുള്ളവൻ സമയമായെന്നറിയുക. ഇതാണ് 5 ഷർത്തുകൾ അല്ലേ. ഒന്നുകൂടി പറഞ്ഞാണ് തറക്കുന്നത്. അതിന് ഫസ്റ്റ് 1, 2, 3 കൊണ്ടേട്ടാണ് അത് വിഷയമായിട്ട്. ഒന്നും പറഞ്ഞ വെള്ളം തഹൂറായിരിക്കുക, കേൾക്കപ്പെടുന്ന അംഗങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക, വെള്ളം ചേർന്ന് തടയുന്ന ഒന്നും അവയവങ്ങളില്ലാതിരിക്കുക, വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒന്നും അംഗങ്ങളിൽ ഇല്ലാതിരിക്കുക, നിത്യശുദ്ധിയുള്ളവൻ സമയമായെന്നറിയുക അല്ലേ. ഈ സമയമായെന്നറിയേണ്ട ആവശ്യമില്ല എന്തിന് കുളിച്ചാൽ. അത് നമുക്കറിയില്ല എപ്പോഴാണ് നമുക്ക് ജനാപത്തായിരുന്നത്, അപ്പോൾ കുളിച്ചു അതിന്റെ പോയിന്റ്. ഇത് തന്നെയാണ് കുളിക്കുമെന്നുള്ളത്. വുദൂഇന്റെ ഷർത്തുകൾ തന്നെയാണ് നമുക്ക് കുളിക്കും ഷർത്തുകളായിട്ട്. പക്ഷേ എങ്കിലും ഈ വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് കുളിക്കുന്ന സമയത്താണ്. പ്രധാനമായിട്ട് ചുക്കിച്ചുളിഞ്ഞ സ്ഥലത്തൊക്കെ വെള്ളം എത്തിയിട്ടുണ്ടോ, അതേപോലെ തന്നെ കൈവിരലടിയിൽ ചളി ഉണ്ടാകും, പിന്നെ അല്ലെങ്കിൽ കുങ്കുമുണ്ടോ, കുങ്കുമം അല്ലെങ്കിൽ ചളിയോ, പിന്നെ ഫസ്ഹ് നഹത്തിനിടയിൽ ചളി, ജഅഫറാന കുങ്കുമം, സന്ദല്, ചന്ദനം, ഇങ്ങനെ തുടങ്ങിയതായ എന്തെങ്കിലും വിഷയങ്ങളുണ്ട്, താളി, ഇതൊക്കെ ഇങ്ങനെ വെള്ളം ചേരുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രത്യേകമായിട്ട് എന്താണ് ശ്രദ്ധിക്കണം. കുളിക്കുന്ന സമയത്ത് വുദൂഇനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇത്. കാരണം എന്താ? വുദൂഇന്റെ കുളിയുടെ സുന്നത്ത് പ്രത്യേകം പറയുന്നുണ്ട്. കുളിക്കുന്നതിന് മുമ്പ് അഴുക്കുകളൊക്കെ നീക്കം ചെയ്യുക എന്നുള്ളത് വുദൂഇന്റെ കുളിയുടെ സുന്നത്ത് പറയുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വുദൂഇന്റെ ഷർത്തുകൾ തന്നെയാണ് കുളിക്കുള്ളത് എന്നതാണ്. അതൊന്നും കൂടി ഗൗരവത്തിലെടുക്കണം വിഷയം. ആ ഷർത്തുകളൊക്കെ ഒന്നും കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് തന്നെ. വുദൂഇന് കുറഞ്ഞ സ്ഥലമല്ലേ ഉള്ളൂ, കുളിക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് കുളിയുടെ വുദൂഇന് 6 ഫർള് പറഞ്ഞു. എന്നാൽ കുളിക്ക് 2 ഫർള്. എന്തിന്റെയും ഒന്നാമത്തെ ഫർള് എന്തായിരിക്കും? നിയ്യത്താണ്. സംശയമില്ലല്ലോ. എന്താ നിയ്യത്ത് വെക്കുക? കുളിയുടെ ഫർളിനെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിൽ ജനാബത്തിനെ ഞാൻ ഉയർത്തുന്നു. 2 നിയ്യത്ത് വെക്കുക. അതാണ് നിയ്യത്ത് എന്നുള്ളത്. ഇനി രണ്ടാമത് ഫർള് എന്താണ്? തഅളീമു ളാഹിറു ബദനി ഹത്താ മാ തഹതൽ ഖുൽഫ. ഖുൽഫ ശരീരം മുഴുവനും എന്ത് ചെയ്യാം? വെള്ളം ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കുക. ശരീരം മുഴുവനും വെള്ളം ഒലിക്കണം. തേമ്പിയ പോരാ, തൊട്ടാ പോരാ, കൈ നനച്ചുകാണ്ടേ അല്ലേ, അതുപോലെ എന്താവണം? കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കണം. അപ്പൊ ശരീരം മുഴുവനും എന്താവണം? വെള്ളം ഒലിക്കുക എന്നുള്ളത്
കുളിയുടെ ഫറദിൽപ്പെട്ടതാണ്. ഹത്ത ഏതുവരെ? മാ തഹത്തൽ ഖുൽഫ. ഖുൽഫ എന്ന് പറഞ്ഞാൽ ചേലാക്രമം ചെയ്യാത്ത ദക്കറിന്റെ തലപ്പത്തിൽ സാധനം ഉണ്ടാവുമല്ലോ, അതിനുള്ളിൽ വരെ അതിനാണ് ഖുൽഫ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വിഷയമല്ലല്ലോ. അപ്പൊ എപ്പോഴൊക്കെ ചേലാക്രമം നിർത്തുന്നവരാണ്. അപ്പൊ അവിടെ വരെ എന്താവണം? വെള്ളം ഒലിക്കണം. അപ്പൊ അവിടെ കഴുകന്നെ വേണമെന്നർത്ഥം. കൈ വെള്ളാക്കിയിട്ട് അവിടെ ഇങ്ങനെ തൊട്ടുകൊടുത്താൽ പോരാ എന്നർത്ഥം. അപ്പൊ അതാണ് നിസ്കാരത്തിന്റെ 2 ഫറളുകൾ. ഒന്ന് നിയ്യത്ത്, 2 ശരീരം മുഴുവൻ എന്താ വെള്ളം ഒലിപ്പിക്കുക, ഖുൽഫ വരെ. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലാ തജിബു നിർബന്ധമില്ല തയക്കുൽ ഉമൂമിൽ മായി, വെള്ളം എല്ലായിടത്തും എത്തിയെന്ന് ഉറപ്പ് വരുത്തൽ സുന്നത്താണ്, നിർബന്ധമല്ല. ബൽ എങ്കിലും എന്താണ് യക്ഫി മതിയാവുന്ന വുളു പോലെ തന്നെ ഗലബത്തുൽ ഉമൂമി, ഏകദേശം എല്ലായിടത്തും വെള്ളം എത്തിയിട്ടുണ്ടാവുന്ന ധാരണ ഉണ്ടായാൽ മതി. എത്തിയെന്ന് ഉറപ്പ് വരുത്തലാണ് സുന്നത്താണ്, ധാരണ ഉണ്ടാവലാണ് എന്ത് ഫർദ് എന്നുള്ളത്. ഇനി ഇതുപോലെ തന്നെ വുളൂഇന്റെ സുന്നത്ത് പറഞ്ഞതുപോലെ തന്നെ കുളിക്കും ഒരുപാട് സുന്നത്തുകളുണ്ട്. അത് ഒന്നാണ് തസ്മിയത്ത്, ബിസ്മി ചൊല്ലുക, വ ഇസാലത്തുൽ ഖദരി, അഴുക്കുകൾ നീക്കം ചെയ്യുക, സുമ്മ പിന്നീട് അൽ വുളൂ ചെയ്യണം. ഇതിൽ പോയില്ല. പലപ്പോഴും ജനാബത്ത് കുളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത വിഷയം, കുളി കഴിഞ്ഞിട്ട് നമ്മൾ വുളൂ കൊടുക്കുക, അല്ലെ? കുളി കഴിഞ്ഞിട്ടല്ല ജനാബത്തുകാരൻ കൊടുക്കുക. ജനാബത്തുകാരൻ ആദ്യം ചെയ്യേണ്ട പണി എന്താ? അവന്റെ ശരീരത്തിലുള്ള അഴുക്കുകൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അഴുക്കുകൾ നീക്കം ചെയ്തതിന് ശേഷം, എന്തിനാ ഈ അഴുക്കുകൾ നീക്കം ചെയ്യാൻ വേണ്ട അറിയോ? പ്രത്യേകിച്ച് ഈ നിഫാസും ഹൈദിന്റെ പെണ്ണുങ്ങളുണ്ടല്ലോ, ഒരു നഖം മുറിച്ചിട്ടുണ്ടാവില്ല, കൈമത്തി മുറിച്ചിട്ടുണ്ടാവില്ല, കാറിന് മുറിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ആ അഴുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ചളി ഉണ്ടാകും. അതിൻ്റെ ഉള്ളിലൊക്കെ ചളി ഉണ്ടാകും. കാരണം ഇവർക്ക് ഹൈദാച്ചിട്ട് പെരുന്നാളിക്കാൻ വെക്കാൻ പറ്റില്ലല്ലോ. അടുക്കള പണികളെല്ലാം എടുക്കുന്നത്, മുട്ടത്തെ പണികളെല്ലാം എടുക്കുന്നത്. സ്വാഭാവികമായിട്ട് എന്താണ് ഈ നഖത്തിന്റെ ഇടയിൽ ചളികൾ കുമിഞ്ഞുകൂടെ എന്താണ് പോസിബിൾ ആണ്, എന്തായാലും ഉണ്ടാവും, കാരണം സംശയമൊന്നുമില്ല. അപ്പൊ ആ അഴുക്കുകൾ ആദ്യം നീക്കം ചെയ്യണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്താവൂല, അവിടെ വെള്ളം എത്താൻ സാധ്യത കുറവാണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ട പണി എന്താണ്? ബിസ്മി ചൊല്ലിയിട്ട് എന്ത് ചെയ്യണം? അഴുക്കുകൾ നീക്കം ചെയ്യണം. പക്ഷെ ഈ അഴുക്ക് നീക്കം ചെയ്യുന്നതിന്റെ മുമ്പേ എന്ത് ചെയ്യണം? നിയ്യത്ത് വെക്കണം. അപ്പോഴേ ഉള്ളൂ എന്ത് കിട്ടുക? ഈ അഴുക്ക് നീക്കിന്റെ കൂടി കിട്ടുള്ളൂ. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താവണം? നിയ്യത്തിന് ശേഷമായിരിക്കണം. അപ്പൊ എന്ത് ചെയ്തു? വുളൂഇന്റെ നിസ്കാരത്തിന്റെ പറഞ്ഞതിന് എന്താ പറയാ, കുളിയുടെ പറഞ്ഞതിന് ഞാൻ ഉയർത്തുന്നു എന്ന് നിയത്ത് വെച്ചു, അല്ലെങ്കിലോ ജനാബത്തിന്റെ കുളിയെ ഞാൻ ഉയർത്തുന്നു എന്ന് നിയത്ത് വെച്ചു. എന്നിട്ട് ആദ്യം വെള്ളം ഒഴിക്കേണ്ടത് തലമുടിയല്ല, ആദ്യം വെള്ളം ഒഴിക്കേണ്ടത് വലത്തെ ഭാഗത്താണ്. അത് 3 വട്ടം ഒഴിക്കണം. പിന്നെ ഇടത്തെ ഭാഗത്ത് 3 വട്ടം, പിന്നെയാണ് തലമക്ക് വരേണ്ടത്. ഇത് ഫോർമുലയാണ്. ഇത് വിലാഹത്ത് എന്ന് പറയുന്ന വിലാഹി എന്ന് പറയുന്ന വഴിക്ക് വഴിയായി ചെയ്യുന്നത് സുന്നത്തും കൂടിയാണ്. അപ്പോൾ ഇതിന്റെ പൂർണ്ണമായിട്ട് കിട്ടുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അതിന് മുമ്പ് എന്ത് ചെയ്തു? വുളു എടുത്തു. വുളു എടുത്തിട്ടാണ് ചെയ്യുക. വുളു എടുക്കുന്നതിന് മുന്നേ അഴുക്കുകളൊക്കെ തേച്ച് വുളു എടുത്തു. പിന്നെയോ തഖ്ലീലു, മുടി താടി ഇതൊക്കെ തിക്ക കെട്ടി കഴുകുക. അതുപോലെ തന്നെ അവയവങ്ങൾ സൂക്ഷ്മത വളർത്തി കഴുകുക. വൽ മൂക്കി, പീളക്കൊഴി, വലിഹാത്തി, വാൽക്കണ്ണ് ഇതൊക്കെ ചെയ്യാം സൂക്ഷിച്ച് കഴുകുക. വതൽക്കിൽ തേച്ചുറച്ച് കഴുകുക. സോപ്പൊക്കെ തേച്ച് ചെയ്യാം, അല്ല സാറായിട്ട് ചെയ്യാം, കുളിക്കണ്ട അങ്ങോട്ട്. എന്നിട്ട് തയ്യാമോന് വലത്തതിനെ മുന്തിക്കുക. തവച്ചുൽ കിബിലത്തി, കുളിക്കുന്ന സമയത്ത് കിബിലക്ക് മുന്നിട്ട് നിൽക്കുക. ഇത് കുളിയുടെ സുന്നത്താണ്. കുളിക്കുന്ന സമയത്ത് പാട്ടും പാടി വട്ടം കറങ്ങിയിട്ട് ശവറത്തിന്റെ തൊട്ട് ഡാൻസ് കളിച്ചില്ല കുളിക്കേണ്ടത് എന്നർത്ഥം. മനസ്സിലായോ? എങ്ങനെയാണ്? ഫർദ് കുളിക്കുന്നവർ കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് കുളിക്കേണ്ടത്. അത് സുന്നത്താണ്. അതുപോലെ അത് ഉപേക്ഷിക്കുവാണ്. കുളിച്ച് ഒറ്റ കുളിച്ചാൽ മതി. ഉപേക്ഷിക്കുക. വെള്ളം ചെരിച്ചു തരലിനെ ഉപേക്ഷിക്കുക. നമ്മൾ പറഞ്ഞല്ലോ, വെള്ളം ചെരിച്ചു കഴിഞ്ഞ ആള് വെള്ളവാക്കി നിൽക്കണം, വെള്ളം ആ പരിപാടി ഇവിടെ വേണ്ട. കുളിച്ചിനോട് 2 ആൾ വേണ്ട, ഒരാൾ ഒറ്റ കുളിച്ചാണ് ഏറ്റവും നല്ലത് എന്ന് മാത്രം. ഇനി പുതിയാപ്പിനെ കുളിച്ച പുതിയ കുളിച്ച് സുന്നത്തോളം. അതിനുശേഷം വുളൂഇന് ശേഷമുള്ള പ്രാർത്ഥന നിർവഹിക്കുന്നത് പോലെ കുളിയുടെ ശേഷവും പ്രാർത്ഥന നിർവഹിക്കുക. 2 ഷഹാദത്ത് കലിമ ചൊല്ലുക. എന്നിട്ടോ അല്ലാഹുമ്മ ജഅൽനി മിനൽ മുതഖ്ഖിരീന വജഅൽനി മിന അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതഖ്ഖിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്ന പ്രാർത്ഥന കുളിക്ക് ശേഷം ദുആ ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ കുളിയുടെ സുന്നത്തിൽപ്പെട്ടതാണ് എന്നർത്ഥം.
അതുപോലെ തന്നെയാണ് കുളിയിൽ ഉപേക്ഷിക്കേണ്ട വിഷയമാണ് ഇത് മക്റൂഹാത്തുകൾ. ഇസ്റാഫ് ബിൽ മാഇ, കിണറ്റിൽ ഇഷ്ടം പോലെ വെള്ളം അടിച്ചിട്ട് എന്ത് ചെയ്യണ്ട, അങ്ങോട്ട് ഒഴിച്ചെന്നെ ഇങ്ങോട്ട് അല്ലെ, ഷവർ അങ്ങോട്ട് തുറക്കണേൻ്റെ താഴെ നിൽക്കന്നെ എന്നിട്ട് എന്ത് ചെയ്യുക, കുറേ ദിവസം കുളിച്ചിട്ട് അപ്പം എന്ത് ചെയ്യുക, ഈ പൂതി മാറുന്നവരെ ഷവറിന്റെ ഷോളിൽ നിൽക്കുക. അങ്ങനെ അമിതമായി വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത് അത് കുളിയുടെ കറാഹത്തിൽ ഇസ്റാഫ് പാടില്ല, അമിതത്വം പാടില്ല. അതുപോലെ തെർക്കിൽ വുളൂ എടുക്കുന്ന ഉപേക്ഷിക്കുക, അതും എന്ന് തന്നെയാണ് ഇതിന്റെ കുളിയുടെ കറാഹത്തിൽപ്പെട്ടതാണ്. മതമതത്ത് വായു വെള്ളം കുളിക്കാതിരിക്കുക, ഇസ്തിൻഷാക്കി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാതിരിക്കുക. ഇങ്ങനെ സുന്നത്തിന്റെ വിപരീതം എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എന്താണ്, കറാഹത്താണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെയ്താൽ കൂലിയുള്ളതും ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ലാത്തത്. കറാഹത്ത് പറഞ്ഞാലോ ചെയ്തില്ലെങ്കിൽ കൂലുണ്ട്, ചെയ്താലോ ശിക്ഷയില്ല എന്നാണ്. രണ്ടും വിരുദ്ധാണ്, ഓപ്പോസിറ്റാണ്. അപ്പൊ ഈ സുന്നത്ത് ചെയ്താൽ അത് സുന്നത്താണ്, ഉപേക്ഷിച്ചതൊക്കെയും കറാഹത്തുമാണ്. ഇത്രയും കാര്യങ്ങളാണ് കുളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. കുളി ഒന്നുള്ളൂ, സുന്നത്തായ കുളി ഫർളായ കുളി രണ്ട് കുളിയില്ല, കുളി ഒറ്റൊന്നുള്ളൂ. മറ്റേതെന്താണ്, ജുമഅക്ക് പോകുമ്പോൾ കുളിക്കൽ സുന്നത്ത്, പെരുന്നാൾ ദിവസം കുളിക്കൽ സുന്നത്ത് അല്ലേ, രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ കുളിക്കൽ സുന്നത്ത്. അങ്ങനെ ഓരോന്നിനും എന്താണ്, കുളിക്കലാണ് സുന്നത്ത്. അല്ല കുളി എന്ന സുന്നത്തിന് ഞാൻ വിളിക്കുന്ന എന്തില്ല, എവിടെയില്ല, കുളിയുമില്ല, എവിടെയില്ല, ഉദൂലുമില്ല. സുന്നത്തായ ഉദൂ എപ്പോഴും ഉദൂ എടുക്കുമ്പോൾ എന്നാ നീയത്തൊക്കെ ഉണ്ടത്, ഉദൂവിന്റെ പറഞ്ഞ് ഞാൻ വിട്ടുന്ന നീയത്തൊക്കെ അല്ലേ. അല്ലാതെ ഞാൻ ഇപ്പോ ഞാൻ എടുക്കുമ്പോൾ യാത്ര പോവാണ്, യാത്ര പോകുമ്പോൾ വുളൂ ചെയ്യൽ സുന്നത്താണ് അല്ലേ. ഉറങ്ങാൻ കിടക്കുമ്പോൾ വുളൂ ചെയ്യൽ സുന്നത്താണ്. ഇനി എപ്പോഴും ഞാൻ ഉറങ്ങാൻ പോകല്ലേ വെച്ചിട്ട് ഒരു വുളൂവിന്റെ സുന്നത്ത് ഞാൻ ഇവിടെ നീയത്ത് മതിയോ, അവിടെ നീയത്തും തന്നെ വുളൂവിന്റെ തന്നെ. അങ്ങനെ ഇതില്ല, കുളിക്ക് അങ്ങനെ സുന്നത്തായ കുളിക്കലാണ് സുന്നത്ത്. സുന്നത്തായ കുളി എന്ന് പറയുന്ന കുളി നമ്മളില്ല. അടുത്ത അഴുക്ക് നീങ്ങാനുള്ള കുളിയാണ്. അടുത്ത ഉദ്ദേശം ഉണ്ടായാൽ മതി. ഇപ്പോൾ ഇൽമ പഠിക്കും മദ്രസയിൽ വരുമ്പോൾ കുളിച്ചാണ്, എന്താണ് ഇൽമ പഠിക്കുമ്പോൾ ഒരു ഉന്മേഷമുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കുളിക്കുന്നത്, അതിന് കൂലിയുണ്ട്. ജോലിക്ക് പോകുമ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്, എൻ്റെ കുടുംബം പുലർത്തുന്നതിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി പോവാണ് എന്ന നീയത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, കുളിക്കാൻ തന്നെ അതിന് കൂലിയുണ്ട്. അങ്ങനെ കുളിക്കലാണ് സുന്നത്ത്. സുന്നത്തായ കുളി എന്ന് പറയുന്ന കുളി ഇല്ലേ ഇല്ല. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. സംഭവം പറയാനും വിശദീകരിച്ച് കുറേ പറയാൻ. നമ്മൾ നിസ്കാരത്തിന്റെ ഷർത്തുകളാണ് വിശദീകരിക്കുന്നത്. ഒരൊറ്റ ഷർത്തേ പറഞ്ഞിട്ടുള്ളൂ, എന്താണ്, അശുദ്ധികളിൽ നിന്ന് നജസും ശുദ്ധിയാവുക എന്നുള്ള ഷർത്താണ്. ഇനി വിശദീകരിക്കുകയാണെങ്കിൽ ഇനിയെന്താണ്, നജസും ശുദ്ധിയാവുക, അവിടത്തെ വിളക്കുക, കിഴക്ക് മുന്നിടുക, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആ ഷർത്തുകൾ പറഞ്ഞതിനെ കൊല്ലം നീക്കം ചെയ്യും. എത്ര പിന്നെ ഉണ്ടാവും അറിയില്ലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി വേറെ എന്ത് ചെയ്യുക, നിസ്കാരത്തിന് എന്ത് ചെയ്യുക, കടന്നുകാണ്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം പറയാം. എല്ലാ കാര്യങ്ങളും ചുരുക്കി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കണം. അടുത്ത ക്ലാസ് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും. ആർക്കാണ് നിസ്കാരം നിർബന്ധമുള്ളത്, നിസ്കരിച്ചാൽ കൂലി എന്താണ്, എന്താ അടുത്തൊരു കേട്ടോ, ആ നിസ്കാരം നിസ്കരിച്ചാൽ നേട്ടം എന്താണ്, പിന്നെ നിസ്കാരം ഉപേക്ഷിച്ചാൽ പറയുന്ന ശിക്ഷകളുണ്ട്, എന്തൊക്കെയാണ് പറയുന്ന ശിക്ഷകൾ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ സമയം ഉണ്ടെങ്കിൽ സന്ദർഭം ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ നമുക്ക് സാധ്യമാകും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ശരീരം തുറന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പോയി നിസ്കരിച്ചാൽ പെണ്ണുങ്ങൾ കൂടി പോയിട്ട് ഒരു ജമാഅത്തെ നിസ്കരിക്കും ചെയ്തോളൂ. അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. أرحم الراحمين مالك الملوك يا രാജാതിരായ റഹ്മാനേ, അല്ലാഹുവേ ഞങ്ങളുടെ ഈ സംഗമം നീ കബൂൾ ചെയ്യണം. അല്ലാഹുവേ ഞങ്ങളുടെ മഹൽ നേതൃത്വം 2 ആഴ്ച ഒരിക്കൽ ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നൽകിയതായ ഈ ദിവസത്തിൽ ഞങ്ങൾ ആർജിച്ചെടുക്കുന്ന അറിവുകൾ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകണം.
റഹ്മാനെ ഇതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ ചെലവഴിച്ച ഓരോ സെക്കൻഡുകളും നീ കബൂൽ ചെയ്യണം അല്ലാഹ്. അതിന്റെ പരിപൂർണമായ തവാബിനെ ഞങ്ങളെ മീസാനിലേക്ക് എത്തിക്കണം അല്ലാഹ്. അണമുറിയാതെ അർഹമായ പ്രതിഫലം നൽകണം അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ചൊല്ലിയ ഹദ്ദാദ് റാത്തീബിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ മാനസിക ശാരീരിക സാമ്പത്തിക പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും എല്ലാം നീ കാത്തുരക്ഷിക്കണം അല്ലാഹ്. എല്ലാവിധ ഖൈറാത്തും ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. റഹ്മാൻ ഞങ്ങളെ ജോലി കച്ചവടം കൃഷി ഞങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയിൽ വാരിസന്താനങ്ങൾ കുടുംബങ്ങൾ വീട് നാട് എല്ലാത്തിനും നീ ഖൈർ നൽകണം അല്ലാഹ്. ബർക്കത്ത് നൽകണം അല്ലാഹ്. സന്തോഷം നൽകണം അല്ലാഹ്. സമാധാനം നൽകണം അല്ലാഹ്. ഐക്യം നൽകണം അല്ലാഹ്. സൗഹൃദം നൽകണം അല്ലാഹ്. അല്ലാഹുവേ എല്ലാവിധ ഖൈറും ബർക്കത്തും ഇസ്സത്തും റാഹത്തും ഐക്യവും സമാധാനം സന്തോഷവും നീ നൽകണം അല്ലാഹ്. അതിനൊരു സബബായി ഞങ്ങൾ ഇവിടെ ചെലവഴിച്ച 1 മണിക്കൂർ അല്ലാഹുവേ നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം അല്ലാഹ്. ഇത് കാരണമായി ഞങ്ങളെ ജീവിതങ്ങൾ അറിഞ്ഞും അറിയാതും രഹസ്യമായി പരസ്യമായി വലുതും ചെറുതുമായ എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ റഹ്മാനെ എല്ലാം നീ മാപ്പ് നൽകണം അല്ലാഹ്. മഗ്ഫിറ നൽകണം അല്ലാഹ്. മർഹമത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ആഖിബ് നന്നാക്കി തരണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ സ്വഭാവം നന്നാക്കി തരണം അല്ലാഹ്. പെരുമാട് നന്നാക്കി തരണം അല്ലാഹ്. സ്വാലിഹീങ്ങൾ സജ്ജനങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഗുരുവര്യന്മാർക്കും ദീനിനും നാടിനും റഹ്മാനെ ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. പഠിച്ച ഇൽമനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണം അല്ലാഹ്. റഹ്മാനെ നാളെ മഹ്ശറാ സഭയിൽ സഹീഹിന്റെ കൊടുഞ്ചൂടിൽ ഹർഷിന് നൽകണം ഗ്രഹിച്ച സജ്ജനങ്ങളോടൊപ്പം ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. അതുപോലെ ഞങ്ങളെ സ്നേഹിച്ചവരെ സഹായിച്ചവർ ഉറ്റവർ ഉടയവർ എന്ന് മരണപ്പെട്ടു പോയവർ അല്ലാഹു എല്ലാവരെയും നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഞങ്ങളിൽ മരണപ്പെട്ടവരൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر لنا ولوالدينا ولمن ماتوا منا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. أشهد جميل بالمرسل الحمد لله رب العالمين. ഇൻഷാല്ലാഹ് നിന്റെ വിലയേറിയ ദുആകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് വസിയ ചെയ്യുന്നു. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതേപോലെ ഇൻഷാല്ലാഹ് കാണാൻ വളർത്താനുള്ളത്